Hello, dears. I'm audible. ഓക്കെ, നമുക്കൊരു ഇപ്പൊ കറക്റ്റ് 2 മണിയാണ്. നമുക്ക് 2:05 വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, മുഹസിനെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? മുഹസിനെ അല്ലേ മെന്റർ? ക്ലാസ് മെന്റർ ആരാണ്? യെസ്, മുഹസിന. ആരാണ് പ്രയർ പ്ലഡ്ജ് ഒക്കെ ആരാണ്? ഓക്കെ, then മസീന ആൻഡ് ഓക്കെ ഫൈൻ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. വലൈക്കും അസ്സലാം സർ. എന്തൊക്കെ വർത്താനോ? സുഖല്ലേ? ചൂടല്ലേ? നല്ല വർത്താനം. മഴ ഏ ഞങ്ങള് മഴയാണ് അറിയാം. നിങ്ങക്ക് മഴ നടക്കും, നമുക്ക് വെയില് നിന്ന് പെയ്യാണ്. നന്നായിട്ട് വെള്ളം കുടിക്കാല്ലേ? വള്ളം കൂടി അല്ലേ മുമ്പേ ഉണ്ടല്ലോ. വള്ളം കുടിക്കല് കുറവില്ലല്ലോ. കുടിക്കുന്നു പറയും. എങ്ങനെ? ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും നെറ്റ്വർക്കിന്റെ ഇഷ്യൂസോ, ആൾക്കാർക്ക് മഴയൊക്കെയാണ്. ചെറിയ ബ്രേക്കിംഗ് ഉണ്ട്. ഇനി പിന്നെ ഇവിടുത്തെ വൈഫൈന്റെ പ്രശ്നമാണ് അറിയില്ല, നോക്ക്. നന്നായി മേ ബി അതുകൊണ്ടായിരിക്കാം. ഓക്കെ, എന്നാ ഞാൻ ഈ പള്ളിക്ക് ഇറങ്ങുന്നതാണ്. ഓക്കെ, ഇൻഷാ അല്ലാ. ഓക്കെ, 17 പേര് അല്ലേ? 16 പേരെ ഇപ്പൊ ടോട്ടൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർ എവിടെ?
ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് പറ്റി? യു ഹാവ് ഫേസിങ് എനി ഇഷ്യൂസ്? മൈക്ക് ഓഫ് ആണോ? ഓക്കെ, ചെക്ക് ചെയ്യാം. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് ഇൻകോൺ മെസ്സേജോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്താ എനിക്കറിയില്ല കേട്ടോ. ഓക്കെ ഡിയേഴ്സ്. ഓ, നിങ്ങളുടെ ഫസ്റ്റ് പ്രെയർ പറയാനൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ? പ്രെയർ ആൻഡ് പ്ലെഡ്ജ് എന്താണ്? ഓക്കെ, യു ക്യാൻ സ്കിപ്പ്. എനിക്ക് എന്താ ഇതിനൊരു സൊല്യൂഷൻ എന്ന് അറിയില്ല, നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, നമ്മുടെ മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിലിപ്പോ? ആരൊക്കെയാ? നെജുമിന് പറ്റുന്നില്ല, മുസിന ആൻഡ് മെർസിന. ഓ, വൈ? എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതെന്താടോ? ഇതിന്റെ ടെക്നിക്സ് ഒന്നും എനിക്കും കാര്യമായിട്ട് വലിയ പിടുത്തില്ലല്ലോ. ഫർസാനക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ഫർസാന? ഓക്കെ, ഫീവർ ആണ് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഫർസാനക്ക്? ഇല്ല, അതൊക്കെ കോമൺ ഇഷ്യൂ ആണല്ലോ. ഞാനാണോ പിടിച്ചേ? ഇതിലെന്താണ്? വെയിറ്റ്, നമുക്ക് ആരോടെങ്കിലും സഹായം ചോദിക്കാം. ഓക്കെ, കുട്ടികൾ ഇനി നിങ്ങൾക്ക് മൈക്ക് താഴെ ഓണാക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കിയേ. ഇനി ഒന്ന് ഓണാക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഒന്ന് ക്ലോസ് ചെയ്തിട്ടൊന്ന് കയറിയാൽ മതി, കാരണം ഞാനിപ്പോ സെറ്റിങ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചാറ്റ്, എല്ലാ വീഡിയോസ്, എല്ലാ മൈക്ക് യൂസേജ് എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. റെഡി ആയല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, റെഡി ആയ ആരെങ്കിലും ഒരാളൊന്ന് മൈക്ക് ഓൺ ആക്കോ. റെഡി ആയവരില്ല ആരെങ്കിലും ഒരാള് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആരാണ്? മുഹസിന? ഇനിയും പറ്റാത്തവരുണ്ടോ? ഓക്കെ, HR കോമൺ മെസ്സേജ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ലീവ് ചെയ്ത് രണ്ടാമത് ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, മുഹസിന ആരൊക്കെയാണ്?
മർദിന റെഡി അല്ലേ? Okay, Mardina, please. Mardina, are you there? അതാ ടൈം ആടാ പോകുന്നത്. എവിടെയാ നിങ്ങളൊക്കെ? മർദിന ജോയിൻ ചെയ്തിട്ടില്ലേ? യെസ്, മർദിന ഇല്ല. മർദിന ഇല്ലല്ലോ. വേറെ ആരെക്കൊണ്ടാ പറ്റാ? മിസ്സേ ചെല്ലിക്കോട്ടെ. Hello. Dear God, thank you for this new day and for bringing us together. All the students gathered here, fill our hearts with wisdom, understanding, and kindness. Help us to listen carefully, learn with joy, and respect one another. Guide us in all that we do, and help us use our knowledge for good. May this class be filled with peace, learning, and happiness. Is pledge parnote? Hello. Hello. Yes, yes. India is my country. All Indians are my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall always strive to be worthy of it. I shall give my parents, teachers, and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well-being and prosperity alone lies my happiness. Jai Hind. Okay, then next. Okay, Riaz, we can start. നമ്മൾ ലാസ്റ്റ് ഫ്രൈഡേയില് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ ചെയ്യാൻ? ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു അല്ലേ? എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അതിന്റെ എല്ലാ തലത്തിലും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് റാൻഡം ആയിട്ട് പറഞ്ഞു തന്നു. അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ? പിന്നീടോ നിങ്ങളെ കൊണ്ട് ഫോണിക് സൗണ്ട്സ് ക്ലിയർ ചെയ്യിപ്പിച്ചു. ദെൻ ഇൻട്രൊഡക്ഷൻ, ഒരു സിമ്പിൾ ഇൻട്രൊഡക്ഷൻ എങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരാഴ്ച ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. In case you have any doubts, dear, in your previous chapter? Okay. Okay. Next, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിംഗ് ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഓൾറെഡി ഗ്രീറ്റിംഗ് എന്താണെന്ന്, അല്ലേ? പറഞ്ഞിട്ടില്ലായിരുന്നോ ഗ്രീറ്റിംഗ് എന്താണെന്ന്? യെസ്, നമ്മൾ ഒരാളെ വിഷ് ചെയ്യുക, അല്ലെ? ഗ്രീറ്റിംഗ് ആർക്കെ പറയാൻ പറ്റുക? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സംസാരിച്ചിരുന്നു ഗ്രീറ്റിംഗ്. ഒരു ചെറിയൊരു വേർഡ് ഞാൻ അതിന് സൂചിപ്പിച്ചിരുന്നു. ആർക്കെ കൂടി പറയാൻ പറ്റുമോ എന്തായിരുന്നു ഗ്രീറ്റിംഗ് എന്നുള്ളത്? ആർക്കെങ്കിലും ഒരാൾക്ക് മൈക്ക് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്യുമ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ട്രബിൾ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. എന്തായിരുന്നു ഗ്രീറ്റിംഗ്? ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അത് ഗ്രീറ്റിംഗിന്റെ ഒരു മോഡാണ്, അല്ലെ? ഒരു മോഡാണ്. ബട്ട് ഗ്രീറ്റിംഗ് എന്നുള്ളതിന്റെ ഒരു മീനിങ് എന്താ പറയാ? ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, അതൊക്കെ ടൈം ബേസ്ഡ് ഗ്രീറ്റിംഗ്സ് ആണ്, അല്ലെ? ഗ്രീറ്റിംഗ് എന്താണ്? ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു ഇത് പറഞ്ഞേ എനിക്ക്. ഗ്രീറ്റിംഗ് പറയടോ, എന്താണ് ആരും മിണ്ടാത്ത? ഫ്രണ്ട്ലി ആയിട്ട്, യെസ്, വിഷ് ആണ്. അതൊരു ആശ, അല്ലെ? ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ
പറയുന്ന കാര്യമാണ് അല്ലേ? ഫ്രണ്ട്ലി ആക്ട്, ഓക്കെ, ഇതൊക്കെ അതിന്റെ സൈഡാണ്. എന്താണ് ഗ്രീറ്റിംഗ് ആണ് അല്ലേ? ഗ്രീറ്റിംഗ് എന്താണ്? നമ്മൾ ഒരാളെ വിഷ് ചെയ്യുന്നതാണ് അല്ലേ? അതാണ് ഗ്രീറ്റിംഗ്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പറയുന്ന ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഹായ് ബഡി എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? ഒരു ഗ്രീറ്റിംഗ് ആണ്. പക്ഷെ ഒരിക്കലും എന്താണ് ഗ്രീറ്റിംഗ് എന്ന് ചോദിച്ചാല് മിസ്സേ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതാണ്. ഹായ് ഹലോ ഇതൊന്നും പറയുന്ന അല്ല ഗ്രീറ്റിംഗ്. ഓക്കെ, അത് ഗ്രീറ്റിംഗ് ആണ്. ഗ്രീറ്റിംഗിന്റെ ഡെഫിനിഷനാണ് ഞാൻ ചോദിക്കുന്നത്. ക്ലിയർ ആയോ? അതിന് നമ്മൾ എന്താ പറയാ? ഗ്രീറ്റിംഗ് മീൻ, ശ്രദ്ധിക്കുക കേട്ടോ, ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞാല് ദ വേർഡ്സ് ഓർ ആക്ഷൻ. എന്താണ് ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞാല്? ഒരു കൂട്ടം ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ അല്ലെങ്കിൽ അതൊരു ആക്ഷനെ നമ്മൾ നോട്ട് ചെയ്യുന്ന, വിഷ്വൽസിനെ നമ്മൾ നോട്ട് ചെയ്യുന്ന കാര്യമാണ് ഗ്രീറ്റിംഗ്. ഓക്കെ, greeting means the word or actions we use to welcome or show politeness when we meet someone or begin a conversation. ഒരാളെ ഇടയിൽ ഇടിച്ചു കയറി സംസാരിക്കാനൊക്കെ നമുക്ക് എന്ത് വേണം? എന്തെങ്കിലും ഒരു സാധനം കിട്ടണം അല്ലെ? ജസ്റ്റ് ഒരു ഹായ്. ആ ഹായ് എന്ന് പറയുന്നത് പോലും എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗ്രീറ്റിംഗ്. ഓക്കെ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗ്രീറ്റിംഗ്. അതൊരു ഗ്രീറ്റിംഗ് ആണ്. സോ ഇവിടെ ഡെഫിനേഷൻ ക്ലിയർ ആവുക. ഗ്രീറ്റിംഗ് മീൻസ്, ഗ്രീറ്റ് എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഗ്രീറ്റിംഗ് മീൻസ് ദ വേർഡ് ഓർ ആക്ഷൻസ് we use to welcome or show politeness when we meet someone or begin a conversation. Hope it's clear. നമ്മൾ ഒരാളെ കാണുമ്പോൾ എന്താണ് നമ്മൾ അയാളോട് കാണിക്കുന്ന റെസ്പെക്ട്, പൊളൈറ്റ്നസ്. ഓക്കെ, when we meet someone, ആരെങ്കിലും ഒരാളെ കാണുകയാണ് അല്ലേ? or begin a conversation, നമുക്ക് അവരോട് സംസാരിച്ച് തുടങ്ങണം. സോ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന ആ വേർഡ്സിനെ, ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ആ ഒരു ആക്ഷനെ പറയുന്ന പേര്, ആ വിഷിനെ പറയുന്ന പേരാണ് ഗ്രീറ്റിംഗ്. ഓക്കെ, എടാ നിങ്ങൾക്ക് കുറക്കം വരുന്നുണ്ടോ? ആർക്കും ഒരു ഉഷാറ് കുറവുണ്ടോ? ഞാൻ ഇതിന്റെ ഇടയിൽ ചോദ്യം ചോദിക്കുക ഓരോരുത്തരോണ്ടും. എനിക്ക് നിങ്ങളെ കാണുന്നില്ല എന്നുള്ളൂ, പക്ഷെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓരോരുത്തരെയായി വിളിക്കും. മനസ്സിലായിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ബലം പിടിച്ചിരിക്കുന്ന പോലെ എനിക്കൊരു ഫീൽ. സത്യം പറഞ്ഞാൽ എനിക്കൊരു ശ്വാസം മുട്ടല്. അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഒന്ന് ഗ്രീറ്റിംഗിന്റെ ഒന്നും കൂടി പറയാം. എവിടെ ഗ്രീറ്റിംഗ്? എടാ നോട്ട് ചെയ്യണ്ട, ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് നോട്ട് അയക്കും. ഓക്കെ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ നോട്ട് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക്, ഞാൻ എന്താണോ നമ്മുടെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്ന ആ നോട്ട് നിങ്ങൾക്ക് ചെയ്തിരിക്കും. ഓക്കെ കേട്ടോ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെക്കൻഡ് വീക്ക്, ഫസ്റ്റ് വീക്കിൽ നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നുള്ളതിനെ കുറിച്ച് ഒരു റാൻഡം ടോക്സ് നടത്തി എന്നുള്ളതുള്ളൂ. അത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചെയ്തു, അതേപോലെ ലെറ്റേഴ്സിന്റെ ഫോണിക് സൗണ്ട്സും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു. ഇനി നമ്മുടെ സെക്കൻഡ് വീക്കാണ്. ഓക്കെ, സെക്കൻഡ് വീക്കിൽ നിങ്ങൾക്ക് ഗ്രീറ്റിംഗ്, അതായത് നമ്മുടെ ടോപ്പിക് അനുസരിച്ച് നിങ്ങൾക്ക് ഗ്രീറ്റിംഗ് ആൻഡ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് പാസ് ചെയ്യേണ്ടത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി ഒരു 5-6 സെന്റൻസിന്റെ ടോപ്പിക്സ് നിങ്ങൾ ഓരോരുത്തരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് പോളിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി ബ്രീഫ് ആയിട്ട് ഞാൻ നൽകിയിട്ടുണ്ട് ഇല്ലേ? ഇതിൽ ചിലവർക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, പോളിഷ് ചെയ്തിട്ട് അയച്ചിട്ടുണ്ടാവും. പലർക്കും ഞാൻ അങ്ങനെ അയച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, കുറച്ച് പേർക്ക് ആയിരിക്കും അവർ ഓൾറെഡി അത് പെർഫെക്റ്റ് ആയിട്ട് എഴുതിയതുകൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അത് തിരിച്ചയച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അയച്ചിരിക്കുന്ന ആ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീക്കിൽ നിങ്ങൾക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ അത് തന്നെ ബൈ ഹാർട്ട് ചെയ്യണ്ട, നിങ്ങൾക്ക് പറയാൻ പറ്റണം. അതിങ്ങനെ നമ്മളുണ്ടല്ലോ പണ്ട് സ്കൂളിലൊക്കെ സ്പീച്ച് ഒക്കെ നടത്തുമ്പോൾ സ്റ്റേജിൽ കയറിയിട്ടുണ്ടാവില്ല, ഒരു ചെറിയൊരു പേപ്പറൊക്കെ വെച്ചിട്ട്, യെസ് നമ്മളിങ്ങനെ റെസ്പെക്ട് ടീച്ചർ, മൈ ഡിയേഴ്സ്, മൈ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ രീതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കാണാതെ പഠിച്ച് പറയുന്നതിന് അപ്പുറത്തേക്ക് അത് മനസ്സിലാക്കി പറയാൻ ശ്രമിക്കുക. ഒരു 4 ആളുകളുടെ മുമ്പിൽ കൂടിയിട്ട് നിങ്ങളെ കുറിച്ച് പറയാൻ പറ്റും എന്നുള്ള ഒരു ലെവലിലോട്ടേക്ക് ഈ വീക്കിൽ നിങ്ങൾ എത്തിക്കുക. ദിസ് ഈസ് യുവർ ടാസ്ക് മൈ ഡിയേഴ്സ്. ഓക്കെ, ഇപ്രാവശ്യത്തെ നിങ്ങളുടെ ഈ വീക്കിലെ ടാസ്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ബ്രീഫായിട്ട് വീഡിയോ രൂപത്തിൽ പ്രസന്റ് ചെയ്യുക. അതായത് നമ്മുടെ ഗ്രൂപ്പുകളിൽ വീഡിയോ രൂപത്തിൽ പ്രസന്റ് ചെയ്തിരിക്കുക. അത് ബൈ ഹാർട്ട് ചെയ്ത് ഇനിയിപ്പോൾ നിങ്ങൾ കാണാതെ പഠിച്ച് പറയേണ്ട ഒരു കേസും ഇല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈം എടുത്തിട്ട് നോക്കി പറയാം. ഓക്കെ, കാണാതെ പഠിക്കുന്നത് ഒരു പെർഫെക്റ്റ് മെത്തേഡേ അല്ല. ലാംഗ്വേജിൽ ഒരിക്കലും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യാം, അത് മനസ്സിലാക്കിയിട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ടോണ്, ആ മോഡ് ഓഫ് ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. ഓക്കെ, ആസ് എ ടീച്ചർ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക്
നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പാനലിനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലേ. നമ്മൾ പല ആൾക്കാരെയും ഫേസ് ചെയ്യണം ഇന്റർവ്യൂ ബോർഡ്സിലൊക്കെ പോകുമ്പോൾ. പലരുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാനുണ്ടാവും അല്ലേ. HM, പ്രിൻസിപ്പൽ, മാനേജർ ഇവരൊക്കെ ഉണ്ടാവും. അവരുടെ മുമ്പിൽ നമ്മൾ നമ്മളെ പ്രസന്റ് ചെയ്യാണ്. ഓക്കെ, ആ ഒരു കപ്പാസിറ്റി നിങ്ങൾ ഇപ്പോഴേ ബിൽഡ് ചെയ്ത് തുടങ്ങണം. അത് ലാസ്റ്റ് എല്ലാതും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി ഇന്റർവ്യൂക്ക് പോകുമ്പോൾ എന്താ ചെയ്യുക അങ്ങനെ ചോദിക്കരുത്. അത് ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്തെടുക്കണം. ഒരു പാരന്റ്സിന്റെ മുമ്പിലാണെങ്കിലും കുട്ടികളുടെ മുമ്പിലാണെങ്കിലും നിങ്ങൾ അതിന് കാപ്പബിൾ ആയിരിക്കണം. എന്റെ ക്ലാസ്സിൽ പഠിച്ചിറങ്ങിയ ഒരു കുട്ടികളും ഇംഗ്ലീഷ് പേടിച്ചിട്ട് ഏത് സൗണ്ടിൽ അവിടെ പോയി നിൽക്കരുത്. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ആ കപ്പാസിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു ചെറിയൊരു സ്പാർക്ക് ചെയ്തിട്ടുള്ളൂ. അത് ആളി കത്തിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. ഞാൻ പറഞ്ഞേ, നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഗ്രൂപ്പിൽ ചിലർക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, അവരോട് എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ, പേഴ്സണലി മെസ്സേജ് അയക്കണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ ഗ്രൂപ്പിൽ അയക്കുമ്പോൾ ആ ഒരു ചമ്മലില്ലേ, അത് പതിയെ പതിയെ അങ്ങനെ അങ്ങനെ ഓവർകം ചെയ്യും. ഞങ്ങളൊക്കെ അങ്ങനെയാ. നമുക്ക് വീഡിയോ ഒക്കെ പ്രസന്റ് ചെയ്യാൻ പഠിച്ചറബേ നല്ല മടിയേനു. പിന്നെ പിന്നെ ഇത് ഞങ്ങൾ വീഡിയോയിൽ ചെയ്തോളാം അങ്ങനത്തെ ലെവലിലോട്ടേക്ക് നമ്മൾ എത്തും. സോ നിങ്ങൾ എന്തെങ്കിലും വീഡിയോ ആയിട്ട് ഗ്രൂപ്പിലോട്ടേക്ക് അയച്ചാൽ മതി. അപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അത് ശരിയാവില്ല, ഫിൽറ്റർ ഇട്ടില്ല, അങ്ങനെയൊക്കെ തോന്നും. പിന്നെ ഫിൽറ്ററിന്റെ ഒന്നും ആവശ്യമില്ല, ഫിൽറ്ററിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി നല്ല ചൊറുക്കിൽ തന്നെ നമുക്ക് തോന്നും. നമ്മുടെ ആ ലാംഗ്വേജ്, നമ്മുടെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ യെസ് ദിസ് പെർഫെക്റ്റ്. ഓക്കെ, അത് മാത്രം. നിങ്ങളുടെ ബ്യൂട്ടി അതൊന്നും അല്ല നോക്കുക, നിങ്ങളുടെ ലാംഗ്വേജ് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ പ്രസന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി. ഓക്കെ, മനസ്സിലായല്ലോ. സെൽഫ് ഇൻട്രൊഡക്ഷനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് അതിന് ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള, എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് വർക്കുകൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കത് മിസ്സായിട്ടുണ്ടാവും. അവർക്ക് വീണ്ടും ടൈം ഉണ്ട്, നിങ്ങൾ ചെയ്യുക. ഓക്കെ, എന്നെ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, എനിക്ക് അതേ റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. അപ്പൊ ടാസ്ക്, ഈ വീക്കിലെ ടാസ്ക് വീഡിയോ പ്രസന്റ് ആണ് കേട്ടോ. അതിന്റെ ഹോംവർക്ക് പോർഷൻ ഞാൻ തരാം. ദെൻ ഈ വീക്കിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യമാണ് ഗ്രീറ്റിംഗ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഗ്രീറ്റിംഗ് അല്ലേ. ഗ്രീറ്റിംഗ് എന്നാൽ എന്താണ്? ഗ്രീറ്റിംഗ് മീൻസ് ദ വേർഡ് ഓർ ആക്ഷൻ we use to welcome or show politeness when we meet someone or begin a conversation. Clear? ഇതാണ് നമ്മളൊരു ഗ്രീറ്റിംഗിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചില എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഇടയിൽ ഇവിടെ തന്നെ കുറെ പേര് പറഞ്ഞു അല്ലെ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, പിന്നെ ഹലോ, ഹായ്, ഹേയ്, വെൽക്കം. ഇതൊക്കെ എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗ്രീറ്റിംഗ് ആണ്. ഓക്കെ, എക്സാമ്പിൾസ് ആണ്. ഗ്രീറ്റിംഗിന്റെ എക്സാമ്പിൾസ് ആണ് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഹലോ, ഹായ്, ഹേയ്, വെൽക്കം. ഇതൊക്കെ എന്താണ്? കുറെ ഉണ്ട് കേട്ടോ, ഞാൻ ഈ പറയുന്നത് മാത്രമൊന്നും അല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ്? ഒരു ഗ്രീറ്റിംഗിന്റെ എക്സാമ്പിൾസ് മാത്രമാണ്. ഉദാഹരണത്തിന് നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹായ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് തുടങ്ങും അല്ലെ. പൊതുവേ ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെ പറയാം, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ ഡിയേഴ്സ് ആൻഡ് ഗുഡ് ഈവനിങ് ഡിയേഴ്സ് അല്ലെ. നമ്മളിങ്ങനെ ടൈം ബേസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വിഷ് ചെയ്യുക, ഗ്രീറ്റ് ചെയ്യുക അല്ലെ. ഓരോരുത്തരെ രാവിലെ കാണുമ്പോൾ നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയോ? ഇല്ല, ഒരു ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഇതിനൊക്കെ ഒരു ടൈം ഇതുണ്ട്. അപ്പൊ സോ ദാറ്റ് ഇസ് കോൾഡ് ടൈം ബേസ്ഡ് ഗ്രീറ്റിംഗ്. അവരെ നമ്മൾ എന്താ പറയാ, ടൈം ബേസ്ഡ് ഗ്രീറ്റിംഗ്. രാത്രി ഗുഡ് നൈറ്റ്, ഹാവ് എ നൈസ് ഡേ അല്ലെ, ഞാനൊക്കെ പറയില്ലേ, അതൊക്കെ ടൈം ബേസ്ഡ് ആണ്. അത് രാത്രിയിലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ പകലിൽ പോയിട്ട് ഗുഡ് നൈറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ ഹാവ് എ നൈസ് ഡേ എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ ടൈം ബേസ്ഡ് ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു സ്പെസിഫിക് ടൈംസ് ഉണ്ടാവും. ആ ഒരു കൺട്രോളിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്യുന്നത്? വൈ ഡു വി ഗ്രീറ്റ് പീപ്പിൾ? നമ്മൾ എന്തിനാ ആളുകളെ ഗ്രീറ്റ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഓരോരുത്തർക്ക് എന്തിനാ നമ്മൾ ഗ്രീറ്റ് ചെയ്യേണ്ട കാര്യം പറ. എന്തിനായിരിക്കും നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത് ഓരോരുത്തരെ? ഡെഫിനിഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. റെസ്പെക്ട്, നമുക്ക് അവരുടെ റെസ്പെക്ട് കാണിക്കണം. ദെൻ ഇന്ററാക്ട്, വെരി ഗുഡ്, ഇന്ററാക്ട് ചെയ്യണം. ദെൻ അടുത്തത് എന്തായിരിക്കണം? ബി പൊളൈറ്റ് അല്ലേ. ഓക്കെ, യെസ്, കമ്മ്യൂണിക്കേറ്റ്, ദെൻ ഇന്ററാക്ട്. ഓക്കെ, വെരി ഗുഡ്. അതെ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഷോ റെസ്പെക്ട്. നമ്മൾ അവരോടുള്ള റെസ്പെക്ട് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഗ്രീറ്റ് ചെയ്യണം അല്ലേ.
നമുക്ക് ചില ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ഒരാളെ വെൽക്കം ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇരുന്നാട്ട് ഇതാ ഇങ്ങനെ ബോഡി ലാംഗ്വേജ് നോക്കിയല്ല നമ്മൾ ഒരാൾ വരുമ്പോൾ ഇരിക്കുക ജസ്റ്റ് നമുക്ക് അവര് മേ ബി എൽഡർ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ കീപ്പ് ചെയ്യുന്ന സൊസൈറ്റിയിൽ ഒരു വാല്യൂ ഉള്ള ഒരാളായിരിക്കാം. അവർ വരുമ്പോൾ നമ്മൾ ഇരുന്നാട്ട് ഹായ്, അതൊരു ഗ്രീറ്റിംഗ് ആണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഗ്രീറ്റിംഗിന്റെ ഒപ്പം തന്നെ നമ്മൾ പറയുന്ന വേർഡ്സിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡി എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ആക്ട് ചെയ്യണം. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരാളെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി വൈസ് നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഏത് ലാംഗ്വേജ് ആണെങ്കിലും, മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് എണീറ്റ് നമ്മൾ വിഷ് ചെയ്യില്ലേ? ചില ടീച്ചേഴ്സിനെ കാണുമ്പോൾ നമ്മൾ എണീറ്റ് വിഷ് ചെയ്യും അല്ലേ? അതുപോലെ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യും. അതൊക്കെ ഒരു വേ ഓഫ് ഗ്രീറ്റിംഗ് ആണ്. പക്ഷെ അത് വേർഡ്സ് അല്ല, പകരം നമ്മുടെ ബോഡി അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത് ഒരാളോടുള്ള റെസ്പെക്ട് കാണിക്കാനാണ്. ഓക്കെ, പിന്നെ ടു സ്റ്റാർട്ട് ഫ്രണ്ട്ലി കോൺവെർസേഷൻ, നമുക്ക് ഒരു ടോക്ക് അവിടെ നടത്തണം, ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കണം അല്ലെ? ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻ നടത്തണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീറ്റിംഗ് ഉപയോഗപ്പെടുത്താം. ഓക്കെ, ദെൻ ടു മേക്ക് അതേഴ്സ് ഫീൽ വെൽക്കം ആൻഡ് കംഫർട്ടബിൾ, നമ്മൾ ഒരാളോട്, ഒരു സ്ട്രേഞ്ചർ ഓക്കെ, പക്ഷെ നമുക്ക് അയാളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. നമ്മൾ കയറി ചെന്നിട്ട് എടോ എന്റെ പേരെന്താ അങ്ങനെയാണോ ചോദിക്കുക? എടോ എന്റെ പേരെന്താ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ഒരു സ്ട്രേഞ്ച്, നമുക്കൊരു ഫീൽ ചെയ്യൂലേ അയാൾ സ്ട്രേഞ്ച് ആണെങ്കിലും പക്ഷെ അതിന് പകരം എന്താ വിഷയം അല്ലേ? ആ ഒരു ഫ്രണ്ട്ലി ടോക്സ് ഉണ്ടാവും, നമ്മളെ വെൽക്കം ചെയ്യും, അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ഒരാളെ കാണുമ്പോൾ ജസ്റ്റ് അയാൾ വിശേഷങ്ങൾ ചോദിക്കുന്നതും എന്താണ്, ഗ്രീറ്റിംഗ് ആണ് കേട്ടോ. ഹൗ ആർ യു, ഹൗ ആർ യു അങ്ങനെയൊക്കെ ചോദിക്കില്ലേ? ഹൗ ബീൻ ലേറ്റ് നമുക്ക് ചോദിക്കുന്നതൊക്കെ എന്താണ്, കൈൻഡ് ഓഫ് ഗ്രീറ്റിംഗ്. ഒരാളോട് അത് ചോദിക്കണം, ശേഷം വേറെ ആയിരിക്കും, നമ്മൾ അയാളോട് ചിലപ്പോൾ സമയം ചോദിക്കാനായിരിക്കാം. എങ്കിൽ അയാളോട് ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഇങ്ങനെ ഗ്രീറ്റിംഗ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഹായ്, ഹലോ, ശിവ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ചോദിക്കുക അല്ലേ? ഹിന്റ് കൊടുത്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. So that's a kind of greeting. Okay? To make other feel welcome and comfort zone. To make other feel എന്ത് ചെയ്യണം, ഒരു വെൽക്കം ഫീൽ അവർക്ക് നമ്മോട് പറയാം. Then we can create a comfort zones also. ഒരു comfort സംസാരിക്കാൻ കംഫർട്ട് സോൺ ക്രിയേറ്റിംഗിലൂടെ. ഓക്കെ, അതിന്റെ മൈക്ക് ഓൺ ചെയ്തിരിക്കുന്നത് ഒന്ന് മ്യൂട്ട് ചെയ്യോ? വോയിസ് ഇസ് ബ്രേക്ക്. യെസ്. ഓക്കെ, ദെൻ ഇനി വാം അപ്പ് നമ്മൾ എന്താ പ്രാക്ടീസ് ചെയ്യണം. കോമൺ ഗ്രീറ്റിംഗ്സിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇതിൽ കോമൺ ഗ്രീറ്റിംഗ്സ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഹായ്, ഹൗ ആർ യു. അപ്പൊ ഹൗ ആർ യു ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? ഐ എം ഫൈൻ, താങ്ക് യു, ആൻഡ് യു അല്ലേ? ആൻഡ് യു നമ്മൾ ചോദിക്കില്ലേ? നൈസ് ടു മീറ്റ് യു, നൈസ് ടു മീറ്റ് യു ടു എന്നൊക്കെ പറയാൻ. അങ്ങനെയൊക്കെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഇറ്റ്സ് എ കോമൺ ഗ്രീറ്റിംഗ്, കോമൺ ഗ്രീറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇല്ലേ? ഗുഡ് മോർണിംഗ്, good afternoon, good evening, hi, have a nice day, have a nice day too. അങ്ങനെയൊക്കെ പറയാൻ അറിയാത്തവരുണ്ടോ? ഹൗ ആർ യു ചോദിക്കുമ്പോൾ ഐ എം ഫൈൻ ഇല്ലല്ലോ. ഇൻ കേസ് അതൊരു എനിക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി മെസ്സേജ് ചോദിക്കണം കേട്ടോ. ഞാൻ ഏതായാലും നോട്ട് തരും, ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, കോമൺ ഗ്രീറ്റിംഗ്സ് പറഞ്ഞാൽ നമ്മൾ പൊതുവായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം. ഓക്കെ, ജസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ അതിൽ വരാം. നെക്സ്റ്റ്, ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ആൾക്കാർ ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടോണ് വ്യത്യാസമായിരിക്കും. കാര്യങ്ങൾ നമുക്ക് അവരെന്താ പറഞ്ഞതെന്നൊന്നും മനസ്സിലാവില്ല. ചിലര് ഹായ്, ഹായ് ഡൂഡ് ഇല്ലേ? അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്യുന്ന കാര്യമില്ലേ, ബെസ്റ്റി, ഡ്യൂഡ്. എന്താ ഈ ഡ്യൂഡ് എന്നൊക്കെ പറഞ്ഞാലേ? നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടോ? അതായത് ഈ കുട്ടികൾ, അതായത്
ജെൻസ് ആൽഫയൊക്കെ ആയിരിക്കും മേ ബി അത് യൂസ് ചെയ്യാം അല്ലെ. അവരൊക്കെ യൂസ് ചെയ്യുന്ന ആ ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡ്യൂഡ്, ബെസ്റ്റി, ഇങ്ങനെയൊക്കെ പറയുന്നേ. ബെസ്റ്റി മീൻസ് എന്താ? ബെസ്റ്റി അറിയാത്തവരാരുണ്ടടാ? എന്റെ കുട്ടികൾ അപ്ഡേറ്റഡ് അല്ലേ? ടീച്ചേഴ്സ്, വാട്ട് ഈസ് ബെസ്റ്റി? എന്താ ബെസ്റ്റി? യാ, വെരി ഗുഡ്. ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? ബെസ്റ്റി എന്ന് പറയാം. അപ്പൊ ബഡി എന്ന് പറഞ്ഞാലോ? ബഡി. ഫ്രണ്ട് ആണ് അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. നമ്മള് ഒരാളോട് ഇപ്പൊ ഇപ്പത്തെ കുട്ടികൾ നമ്മൾ വിഷ് ചെയ്യലും മേ ബി ഹലോ, ഗുഡ് മോർണിംഗ് എന്നൊന്നും പറയില്ല അവര്. ചിലപ്പോ അവര് ജസ്റ്റ് മോർണിംഗ്. ഓക്കെ, ഇത് കാഷ്വൽ ടോക്സ് ആണ്. മോർണിംഗ് നമ്മൾ അതിന്റെ ഫോർമൽ ആയിട്ട് പറയുന്നു വേണ്ട. നമ്മളോട് ഒരാൾ കാഷ്വൽ ആണ് പറയുന്നത് കേസ് നമ്മളൊക്കെ അങ്ങനെ മോർണിംഗ് എന്ന് പറഞ്ഞാൽ മതി. യെസ് മോർണിംഗ്, ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ഇനി ചില ആൾക്കാർ നമ്മൾ ചോദിക്കും വാട്സാപ്പ്. എങ്ങനെ? വാട്സാപ്പ് അല്ല കേട്ടോ, വാട്സാപ്പ്. ഓക്കെ, വാട്സാപ്പ് പോയി ചോദിക്കരുതായിരുന്നു. അതൊരു ആപ്പാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ആപ്പാണ് വാട്സാപ്പ്. അതല്ല ഞാൻ ചോദിക്കുന്നത്. വാട്സാപ്പ് ചിലർ അങ്ങനെ ചോദിക്കില്ലേ? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താ ആൻസർ ചെയ്യാ? ആർക്കെങ്കിലും അറിയോ? ഒരാള് നമ്മുടെ അടുത്ത് വന്നിട്ട് ഹായ് ഡോട്ട് വാട്സാപ്പ് എങ്ങനെ ചോദിക്കും? നെക്സ്റ്റ്. ഫൈൻ ഫൈൻ, നെക്സ്റ്റ്. ആർക്കെങ്കിലും അറിയോ? ഹായ് ഡോട്ട് വാട്സാപ്പ് അല്ലെങ്കിൽ ഹായ് ബഡി വാട്സാപ്പ്. ഓക്കെ. നെക്സ്റ്റ് പോരട്ടെ. സ്പെഷ്യൽ. യെസ്, വെരി ഗുഡ്. ഇനിയുണ്ടോ? കഴിഞ്ഞോ? ഇത്ര പേരെ പറയാനുള്ളൂ. മൗസിന, ഫൈസ, റസീന, നെജും, മർസീന, അഖില, ഫർഹാന. യെസ്, വെരി ഗുഡ്. ശബന പറഞ്ഞതാണ്, നമ്മൾ എന്താ ഒരാളോട് നമ്മൾ വാട്സപ്പ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരാളോട് പോയിട്ട് ഫൈൻ എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. ജസ്റ്റ് വാട്സാപ്പ് അത് തന്നെയാ പറയേണ്ടത് കേട്ടോ. അത് ഓർത്ത് വെക്കണം. ഓക്കെ, അതായത് നമ്മള് ഇല്ല, അത് ഞാനും അങ്ങനെ പഠിച്ചടാ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. നമ്മളോണ്ട് ഒരാള് വന്നിട്ട് ഹായ് ഡൂഡ് വാട്സാപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഡൂഡ് വാട്സാപ്പ്, ഇത്ര മതി. അത് തിരിച്ചും വാട്സാപ്പ് തന്നെ ഞാൻ ചോദിക്കുക. അല്ലാതെ ഞാൻ ഐ എം ഗുഡ്, ഐ എം ഫൈൻ, വാട്ട് അബൌട്ട് യു എന്നൊന്നും ചോദിക്കേണ്ട കാര്യം അവിടെ ഇല്ല. ഓക്കെ, പക്ഷെ അത് പറഞ്ഞു എന്ന് വിചാരിച്ച് അതൊരു നാണക്കേടൊന്നുമില്ല. പക്ഷെ അതൊരു അങ്ങനെയല്ല, ആ ഒരു ടോൺ അങ്ങനെയല്ല വരാ, ആ ഒരു വേ ഓഫ് ടോക്ക് അങ്ങനെയല്ല അവിടെ നിന്നിട്ട് വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വാട്സാപ്പ് തന്നെയാണ് തിരിച്ചു ചോദിക്കുക. ക്ലിയർ? അതുപോലെ ഇപ്പോഴത്തെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അത്ര ശ്രദ്ധിക്കാനുണ്ട്. അവരുടെ ആ ലാംഗ്വേജ് വൈസ് കുറേ അവർ അപ്ഡേറ്റഡ് ആണ്. ഞാൻ പറയേ, നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അപ്ഡേറ്റഡ്, ഒരു ക്രിയേറ്റഡ് ലോകത്തെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? അവരോടൊപ്പം നമ്മൾ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നമ്മളൊരു പഴഞ്ചൻ ടീച്ചർ ആവും അല്ലേ? നമ്മൾ തന്നെ നമ്മുടെ ക്ലാസ്സിൽ പണ്ടൊക്കെ ഒരു നേരം വിളിക്കാത്തൊരു ടീച്ചറാണ് അല്ലേ? നമ്മളെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ ആരെങ്കിലും? എടാ എന്താണെന്ന് ചോദിക്കില്ലേ? അതിനൊരു മീനിങ് എന്നല്ല അതിനർത്ഥം. അതൊരു ടോൺ ആണ്, സ്ലാങ് ആണ്. ഓക്കെ, കൺസിഡർ ദാറ്റ് സ്ലാങ്. അത് അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതിന്റെ മീനിങ് വൈസ് നോക്കിയാൽ വാട്സാപ്പ് യെസ് എന്താന്നൊക്കെയുള്ള അർത്ഥം തന്നെയാ വരിക. പക്ഷെ അങ്ങനെയല്ല മീനിങ് കൺവേർട്ട് ചെയ്യേണ്ടത്. സ്ലാങ് മോഡ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇവിടെ നോക്കിക്കേ, നമ്മളും എന്താവണം? അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും. ചെറിയ ഈ ഗ്രീറ്റിംഗ് ആണെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരും അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവണം. ഞാൻ ഇപ്പത്തെ കുട്ടികൾ, അതായത് ജെൻസീന്റെ കുറച്ച് ഗ്രീറ്റിംഗ് നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഓക്കെ, ഒരാൾ നമ്മളോട് ഹേ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഹായ്, ഹായ്, ഹേ, ഹായ്. ഈ ഹേ എന്നുള്ള വാക്കിന് ഒരു കാര്യം കൂടെ, ഇറ്റ്സ് എ ഫോർമൽ ടോക്സിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ടേം ആണ് ഹേ. ഹേ, ഓക്കെ, ഒരു ഫോർമൽ. ശ്രദ്ധിച്ചേ, ഫോർമൽ എന്താണ്? നമ്മൾ ഫ്രണ്ട്സിനോടല്ല, നമ്മളൊരു ഓഫീസിനോട് അല്ലെങ്കിൽ ഒരു ടീമിനോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ ഫോർമൽ ടോക്സ് അല്ലേ നടത്തുക? നമ്മളല്ലേ? നമ്മൾ സാഹചര്യത്തിനനുസരിച്ചല്ലേ നമ്മൾ സംസാരം മാറ്റാം. എല്ലാരോണ്ടും നമ്മൾ എന്ത് ചെയ്യാം? ഒരേപോലെയാണ് സംസാരിക്കുക അല്ലല്ലോ. സോ ഫോർമൽ ടോക്സ് നടത്തുമ്പോൾ നമ്മൾ ഹേ എന്നാ യൂസ് ചെയ്യാം. Then hey there. Hey there എന്ന് പറഞ്ഞാൽ എന്താ? Hey there. Hey there എന്ന് പറഞ്ഞാൽ ഹലോ, ഹലോ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ വാട്സാപ്പിൽ പറഞ്ഞ പോലെ തന്നെ hey there, hey there, hey there, there അവിടെ, hey
there അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മൾ അവിടെ ഇപ്പൊ എന്താ അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കും. പക്ഷെ അതിനർത്ഥം അവരെന്താ ചോദിക്കുന്നത്, ഹലോ ഹലോ. ഓക്കെ, ഹേ there എന്ന് പറഞ്ഞാൽ ഹലോ. മനസ്സിലായോ? അതാണ് പറഞ്ഞെ, ഇത്രയും വാക്കുകൾ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മോടൊരു കുട്ടികൾ വന്നാല് ഹേ there ഇപ്പൊ എന്താ ഇവിടെ നത്തിങ് എന്നൊക്കെ പറഞ്ഞു പോലെ നമ്മള്, പക്ഷെ അവർ ഉദ്ദേശിച്ചത് എന്താണ്, ഹലോ. ഡിയേഴ്സ് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നെ? പറഞ്ഞത് കേട്ടില്ല. ചെറിയൊരു ഓക്കെ, മൈക്ക് ഓൺ ഓഫ് ചെയ്ത് എല്ലാരും ഞാൻ സംസാരിക്കാം. നമ്മൾ ഗ്രീറ്റിംഗില് ജെൻസിന്റെ ഗ്രീറ്റിംഗ് വേർഡ്സിലാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ പറഞ്ഞ കേറാണ് ഹേ ദേർ. ഹേ ദേർ എന്ന് പറഞ്ഞാല് ഹലോ ഹലോ അല്ലേ. നെക്സ്റ്റ് അടുത്തത് എന്താണ്, ഹൗ ആർ യു. അത് കോമൺ ആണ് അല്ലേ. ഹൗ ആർ യു ചോദിച്ചാൽ വാട്ട്സ് ഹാപ്പനിങ്, എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് വിശേഷങ്ങൾ എന്നുള്ള ചോദ്യം. ഓക്കെ, ഇത് കോമൺ. ഓക്കെ, ദെൻ യോ അല്ലേ, യോ യോ എന്നല്ല യോ നമ്മൾ പറയില്ലേ, അത് ഹായ് എന്നാണ്. വെരി കാഷ്വൽ, നോർമൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എ ഫോർമൽ, ഇറ്റ്സ് എ കാഷ്വൽ ടോക്ക്. ഓക്കെ, യോ അങ്ങനെ പറയാം. ഒരാളെ കാണുമ്പോൾ യോ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഹായ്, അത് വെരി കാഷ്വൽ. ഓക്കെ, നിങ്ങളത് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, കാഷ്വൽ ടോക്ക്. അത് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? മാം ഒരു കാര്യം പറഞ്ഞോട്ടെ. യെസ് ഡിയർ. ഒന്ന് പിന്നെ ടൈപ്പ് ചെയ്യോ ആ പറയുന്ന വേർഡ്. ഞാൻ കെ എന്നാണ് നേരത്തെ കുറെ സമയം കേട്ടത്. അതാ ഞാൻ കെ ആണോ എന്ന് ചോദിച്ചത്. ഹേ എന്നുള്ളത് കെ എന്തോ വോയിസ് ഇതായിട്ട് ക്ലിയർ ആവുന്നില്ല. ആണോ എന്റെ വോയിസ് ആ വേർഡ് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഞാനിത് നോട്ട് ഉണ്ടോന്ന് വിചാരിച്ചിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. സോ അതുകൊണ്ടാണ്. എടാ ഞാൻ ഉദ്ദേശിച്ചത് ഹേ എന്നാണ്. ഹേ നോട്ട് കെ. ഓക്കെ, ഹേ നോർമൽ ആയിട്ട് നമ്മൾ പറയില്ലേ, ഹേ ഹലോ, ദാറ്റ്സ്. പിന്നെ അടുത്ത് സപ്പ്. ചിലർ പറയില്ലേ ഹായ് സപ്പ്, ഹായ് ഇങ്ങനെ സപ്പ് എന്ന് യൂസ് ചെയ്യുക പറയും. ജെൻസിൻ്റെതാണ് കേട്ടോ, കോമൺ ഗ്രീറ്റിംഗ്സ് അല്ല. ശ്രദ്ധിക്കുക, ഞാൻ ഇത് പറയാനുള്ള മെയിൻ റീസൺ നമ്മളുടെ കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ വഷളാവരുത് എന്നാണ്. സപ്പ് സപ്പ് എന്ന് പറഞ്ഞാല് വാട്സാപ്പ് എന്ന് ചോദിക്കേണ്ട അതേ ഒരു ടോൺ തന്നെയാണ് സപ്പ്, വാട്സാപ്പ്. ഓക്കെ, അതിന് ഈ സപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ വാട്സാപ്പിന് തിരിച്ചു പറയേണ്ട കാര്യമില്ല. അതിന് നിങ്ങൾ എന്താ പറയുക, ഐ എം ഗുഡ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നത്തിങ്, ഐ എം ഗുഡ്, നോട്ട് ഗുഡ്, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ അപ്പത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് കൺവേ ചെയ്യാം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് ആ ലിസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നതിന് പകരം ഞാൻ ആ ലിസ്റ്റ് നോട്ട് ചെയ്യാം. നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക. ഇൻ കേസ് നിങ്ങളുടെ മുമ്പിൽ ഒരു കുട്ടി അങ്ങനെ വന്ന് ചോദിക്കും, നോട്ട് ഞാൻ എന്തായാലും തരാം. ഓക്കെ, ഞാൻ നോട്ട് തന്നില്ലേ കഴിഞ്ഞ വീക്കിന്റെ ഒന്നും, സെയിം അതുപോലെ തന്നെ എന്റെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നിങ്ങൾക്ക് നോട്ട് ഹോംവർക്ക് പാസ് ചെയ്തിരിക്കും. ഇതിന്റെ അതായത് ജെൻ സി ഫേസ് ചെയ്യുന്ന കുറച്ച് ടോൺസ് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മോഡ് ഓഫ് ഗ്രേറ്റിംഗ്സ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്തിരും. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ഇത് അറിഞ്ഞു വെക്കുക. അതായത് നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന ഓരോ കുട്ടികളും മറ്റുള്ള അതായത് നമ്മുടെ സ്റ്റുഡൻസിന്റെ മുമ്പിൽ അറിയാത്ത പോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കായി നിന്ന് പോകരുത്. സോ എനിക്ക് എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം, എന്റെ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, എല്ലതും അറിഞ്ഞിരിക്കണം. എനിക്കറിയാവുന്ന മാക്സിമം നിങ്ങളും അറിഞ്ഞിരിക്കണം. ഓക്കെ, ആരുടെ മുമ്പിലും ഒരു നമ്മുടെ കുട്ടികളുടെ മുമ്പിലാണെങ്കിൽ പോലും നമ്മൾ അറിയാത്തവരായിരുന്നാൽ നമുക്കൊരു റെസ്പെക്ട് ഉണ്ടാവില്ല അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പക്ഷെ ഇത് ബൈ ഹാർട്ട് ചെയ്യണം. ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മള് ജെൻ സീന്റെ എന്ത് ചെയ്തു, കുറച്ച് കാര്യങ്ങൾ ബാക്കിയുള്ളത് ഞാൻ നോട്ട് ചെയ്യാം. ഇതിങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കാന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളണമെന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ അതിനെ നോട്ട് ചെയ്ത് തന്നാൽ നിങ്ങൾക്കത് നോട്ടിലോട്ടേക്ക് പകർത്തുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ടൈം ബേസ്ഡ് ഗ്രേറ്റിംഗ്. ഓക്കെ, ടൈം ബേസ്ഡ് ഗ്രേറ്റിംഗ്. ഇനി ഗ്രീറ്റിംഗിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് നോക്കാം. നമുക്ക് എന്തൊക്കെ കാറ്റഗറി ഗ്രീറ്റിംഗ്സ് ഉണ്ടെന്ന് നോക്കാം. ജെൻ സിന്റെ ഗ്രീറ്റിംഗ് പറഞ്ഞു, ഗ്രീറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു, ഗ്രീറ്റിംഗിന്റെ യൂസ്ഫുൾസ് അതായത് ടിപ്സ് അതല്ലെങ്കിൽ അതിന്റെ യൂസേജ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ടൈം ബേസ്ഡ് ഗ്രേറ്റിംഗ്. എന്താണ് ടൈം ബേസ്ഡ് ഗ്രേറ്റിംഗ്? നമ്മൾ സമയത്തിനനുസരിച്ച് നമ്മുടെ ഗ്രേറ്റിംഗിന്റെ ഇത് രീതി മാറ്റുക അല്ലെങ്കിൽ വേർഡ്സ് മാറ്റുന്ന രീതിയാണ് ടൈം ബേസ്ഡ് ഗ്രീറ്റിംഗ്. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ,
പിന്നെ അടുത്ത കാറ്റഗറിയാണ് ജനറൽ ഗ്രീറ്റിംഗ്. ജനറൽ അതായത് കോമൺ ഗ്രീറ്റിംഗ്. ഹലോ, ഹായ്, ഹേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് ഇൻഫോർമൽ. ഹേ, ഓക്കെ, ഹായ് ദോർ, ഹലോ ദോർ, ഇതൊക്കെ എന്താണ്? ജനറൽ ഗ്രീറ്റിംഗ് ആണ്. പിന്നെ അടുത്തത് നമ്മൾ ഒന്നും പറഞ്ഞില്ല, കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് അവിടെ നിൽക്കില്ല, ഒരു സ്ട്രേഞ്ചർ നിൽക്കുന്നുണ്ട്, നമ്മൾ അവരോട് കയറിയിട്ട് ജസ്റ്റ് ഹൗ ആർ യു, അതെന്താണ്? അതൊരു ഗ്രീറ്റിംഗ് ആണ്. നമ്മൾ ഒരാളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഗ്രീറ്റിംഗ് ആണ്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ചോദ്യം ചോദിക്കുന്നത് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആസ്കിങ് അബൌട്ട് സംവൺ, ഓക്കെ, ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഗ്രീറ്റിംഗ്. ഓക്കെ, ആസ്കിങ് അബൌട്ട് someone or asking about anything, that's a kind of greeting ആണ്. How are you, how are you doing, how is going, how have been എന്ന് തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളില്ലേ, ഹൗ ഇസ് യുവർ ഡേ ഗോയിങ് എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ എന്താണ്? നമ്മളൊരു ദിവസം അവരുടെ സുഖാന്വേഷണങ്ങളൊക്കെ ചോദിക്കുന്നത് എന്താണ്? അതൊരു ഗ്രീറ്റിംഗിന്റെ ഡിഫറെന്റ് മോഡാണ്. ഓക്കെ, നമ്മളിപ്പോ 3 പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ജനറൽ പറഞ്ഞു, ആസ്കിങ് അബൌട്ട് സംവൺ പറഞ്ഞു കഴിഞ്ഞു, ടൈം ബേസ്ഡ് പറഞ്ഞു. പിന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതും എന്താണ്? ഒരു ഗ്രീറ്റിംഗ് ആണ് അല്ലെ. നമ്മളോട് അയാളോട് സുഖമാണോ ചോദിക്കുമ്പോൾ നമ്മൾ ഐ ആം ഫൈൻ, ഗുഡ്, ആൻഡ് വാട്ട് അബൌട്ട് യു, ആൻഡ് യു. ഈ വാട്ട് അബൌട്ട് യു എന്നൊക്കെ ഉള്ളതൊക്കെ ചുരുക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു എന്ന് ചോദിച്ചാലും അവർക്ക് എന്ത് ചെയ്യും? ആ മീനിങ് പാസ് ചെയ്യും. ഓക്കെ, ഐ എം ഡൂയിങ് വെൽ, താങ്ക്സ്, അല്ലെങ്കിൽ ഐ എം ഗ്രേറ്റ്, പ്രിറ്റി ഗുഡ്, നോട്ട് ബാഡ്, ഐ എം ഓക്കെ. ഇതൊക്കെ എന്താണ്? നമ്മളോട് ഒരാൾ സുഖം അന്വേഷിച്ച് നമ്മൾ തിരിച്ചു പറയേണ്ട രീതിയാണ് അല്ലെ. ഐ എം ഗുഡ്, ഐ എം ഫൈൻ, I'm not bad, I'm not good, not feeling good today എന്നൊക്കെ പറയില്ലേ? എനിക്ക് ഇത്ര സുഖം തോന്നുന്നില്ല, അങ്ങനെയൊക്കെ പറയില്ലേ? സോ അതൊക്കെ എന്താണ്? നമ്മളെ ഫ്രണ്ട്ലി റെസ്പോൺസ് ഒക്കെ എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗ്രേറ്റിംഗ്. ഓക്കെ, ദെൻ അടുത്തത്, നമ്മൾ ഒരാളെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരോട് ലീവ് ചെയ്യാണ്. ഇപ്പൊ എന്നെ നിങ്ങൾക്ക് അറിയില്ല അല്ലേ. ഞാൻ ഫസ്റ്റ് നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ ഒട്ടും പരിചയമില്ല. ഞാൻ ആരാണെന്നോ എന്താണെന്നോ എങ്ങനത്തെ ഒരാളാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് ഓക്കെ ആയി, ഞാൻ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു, അപ്പൊ നമുക്ക് കുറച്ചൊരു പരിചയം ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ആ മീറ്റിംഗ് ആണ് കഴിയാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ, എന്തായിരിക്കുന്നു? ആരൊക്കെ ഉറങ്ങുകയാണോ? അല്ലല്ലോ. പറഞ്ഞു നോക്കിക്കേ, നമ്മൾ ഒരാളെ കണ്ട് പരിചയമൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോ ടാറ്റാ ബൈ ബൈ എന്നാണ് പറയാ. കോമൺ, നമ്മൾ കുഞ്ഞുകുട്ടികളൊക്കെ അങ്ങനെ പറയാ അല്ലെ. ബൈ ബൈ, സി യു എന്നൊക്കെ പറയും അല്ലെ. പക്ഷേ താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് താങ്ക് യു എന്ന് പറയും. പിന്നെ കോമൺ ആയിട്ട് നമ്മളൊരു കാര്യം പറയാറില്ലേ, സി യു അഗെയിൻ. ഓക്കെ, സി യു അഗെയിൻ. നെക്സ്റ്റ് നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ, എന്റെ ചോദ്യം ശ്രദ്ധിച്ചേ, പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ പരിചയപ്പെടുമ്പോ എങ്ങനെ പറയാ? അയാൾ നമുക്കൊരു സ്ട്രേഞ്ചർ ആയിരുന്നു, യെസ്, വെരി ഗുഡ്, നൈസ് മീറ്റിംഗ്. നമ്മൾ അങ്ങനെയാ പറയാ കേട്ടോ. നമുക്ക് ഒരാളെ സ്ട്രേഞ്ചർ ആണ്, പക്ഷെ നമ്മൾ അയാളെ സംസാരിച്ച് നമ്മൾ ഓക്കെ ആയാൽ നൈസ് ടു മീറ്റ് യു അല്ലേ. നിങ്ങളെ പരിചയപ്പെട്ടതിൽ എന്താണ്? നല്ലൊരു കാര്യമാണ് അല്ലേ, നൈസ് ടു മീറ്റ് യു. നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം അറിയിച്ചുകൊണ്ടുള്ള ടോക്കാണ് നമ്മൾ അവിടെ നടത്തുക. സോ നിങ്ങൾ എന്ത് ചെയ്യണം? സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ ഗ്രീറ്റിങ്ങിനെ ചേഞ്ച് ചെയ്യാന്. ഓക്കെ, നമുക്ക് ഒരാളെ പരിചയമൊന്നുമില്ല, അയാളോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു, അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? അയാളുടെ ഇഷ്ടമായി, അപ്പൊ നമ്മൾ എന്താ പറയാ? നൈസ് ടു മീറ്റ് യു അല്ലേ. അയാൾ പോവാണ്, അപ്പൊ നമ്മൾ താങ്ക് യു എന്നൊക്കെ പറയുന്നതിന്റെ തൊട്ട് മുമ്പ് എന്താ പറയാ? നൈസ് ടു മീറ്റ് യു എന്ന് പറയണം. ഓക്കെ, അടുത്തത് ഇപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് അറിയുന്ന ഒരാളാണ് നമ്മുടെ ക്ലാസ്സിൽ. ഓക്കെ മാം, താങ്ക് യു നമുക്ക് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഓക്കെ, നിങ്ങൾക്ക് എന്നെ പരിചയം കൂട്ടിക്കോളൂ. ഓക്കെ, ഞാൻ ലീവ് ചെയ്യാണ്, ഓക്കെ ഞാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താ പറയാ? അന്നത്തെ ദിവസം ഇന്നത്തെ ഹവർ കഴിഞ്ഞ് ഞാൻ പോകുമ്പോ നിങ്ങൾ എന്നോട് എന്താ പറയാ? താങ്ക് യു മാം, ഹാവ് എ ഗ്രേറ്റ് ഡേ. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ, അങ്ങനെയല്ലേ പറയാ അല്ലേ? നമുക്ക് അറിയുന്ന ആൾക്കാരെ, യെസ്, നമ്മൾ അറിയുന്ന ആൾക്കാര് നമ്മൾ ലീവ് ചെയ്യാണ് അല്ലെ. നമ്മൾ ലീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ? ഹാവ് എ ഗ്രേറ്റ് ഡേ, നമുക്ക് നല്ലൊരു ദിവസം ആശംസിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാ? ആ ടോക്ക്, ആ ഫ്രണ്ട്ലി ടോക്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ. യെസ്, ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഫാർവെൽ ഗ്രീറ്റിംഗ് അല്ലേ. നമ്മൾ അയാളെ എന്ത് ചെയ്യാണ്? ചിലപ്പോ ഞാൻ പറഞ്ഞിടാം ഉദാഹരണം, ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഉദാഹരണം. നമുക്കൊരു ലവർ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്തു? അയാളെ അങ്ങ് തേച്ചു. അപ്പൊ നമ്മൾ അവരോട് എന്താ പറയാ? ഈ ലവേഴ്സിനെ, അതായത് നമ്മളെ എക്സിനെയൊക്കെ നമ്മൾ ഡെയിലി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അയാൾക്കൂട്ട് പണ്ടോറുണ്ടെങ്കിൽ ദേഷ്യം അടങ്ങി നിൽക്കാണ്.
അപ്പൊ ഒന്ന് പോയി കിട്ടിയാ മതി അല്ലേ? അപ്പൊ നമ്മൾ എന്താ അവരോട് പറയാ? കോമൺ പറ, എന്തായിരിക്കും പറയാ? ഒന്നും തേച്ചിട്ടൊന്നും ഇല്ലാത്ത ആൾക്കാരാട്ടോ നല്ല കുട്ടികളാ എന്റെ കുട്ടികളൊക്കെ. പറയടാ, ഒരാൾ തേച്ചു കഴിഞ്ഞാലേ ഗെറ്റ് ലോസ്റ്റ്. ഇത്രക്ക് ഹാർഡാണോ? എടാ കുറച്ചൊന്ന് കുറയ്ക്കടാ. ഒരു മഴത്തിലൊക്കെ പറ. ഞാൻ ഉദ്ദേശിച്ച രീതിയിലോട്ടേക്ക് നിങ്ങൾ വാ. യാ ഗുഡ് ബൈ. ഓക്കെ, ഗുഡ് ബൈ അല്ലേ? അതൊരു ഫെയർവെൽ ഗ്രീറ്റിംഗ് ആണ്. നമ്മൾ ഒരാൾ പോവാണ് നമ്മുടെ ലൈഫിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സാഹചര്യത്തിൽ അയാൾ പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഫെയർവെൽ ഗ്രീറ്റിംഗ് ആണ്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരും, അങ്ങനെയൊന്നും ഇല്ല. മീറ്റിംഗും നമുക്ക് യാതൊരു ഹോപ്പും ഇല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യാ പറയാ? ഫെയർവെൽ ഗ്രീറ്റിംഗ് എന്നാ പറയാ. ഗുഡ് ബൈ എന്ന് പറയൂ അല്ലെ? ഗുഡ് ബൈ എന്ന് പറയും. ഇറ്റ്സ് എ കോമൺ. ഓക്കെ, ആ ഗുഡ് ബൈക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗുഡ് ബൈ എല്ലാവരോടും നമ്മൾ ഗുഡ് ബൈ എന്ന് പറയും. എങ്കിൽ നമ്മൾ ആ ഫാർവൽ ഗ്രീറ്റിംഗിൽ ഡിഫറെന്റ് ടോൺസ് ഉണ്ട്. ചിലർ നമ്മൾ അത്ര കഴിഞ്ഞല്ലേ, ഇപ്പൊ നമുക്ക് ഒരാളെ കാണരുത്, അയാളുടെ കാണണ്ട, അയാൾ എന്റെ ലൈഫിൽ നിന്ന് പോകും എന്നൊക്കെ പറയുന്നെങ്കിൽ ഗുഡ് ബൈ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാട്ടോ. ഈ കോമൺ ആയിട്ട് നമ്മൾ ഗുഡ് ബൈ എന്ന് പറയാറുണ്ട്. ബൈ, ഗുഡ് ബൈ എന്നൊക്കെ പറയും. സി യു ലേറ്റർ, സി യു സൂൺ. ഈ സി യു ലേറ്റർ, സി യു സൂൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ അയാളെ വീണ്ടും മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? പോവുകയാണെങ്കിൽ നമുക്ക് അയാളെ കാണണം, നമുക്ക് ഉള്ളിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ നമുക്ക് സി യു ലേറ്റർ, സി യു സൂൺ എന്നൊക്കെ ആഗ്രഹിക്കാം അല്ലെ? നമ്മൾ ഒരാളെ കാണരുത്, ഗെറ്റ് ലോസ്റ്റ്, യു ഗുഡ് ബൈ എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊരു ഫാർവൽ ഗ്രീറ്റിംഗ് ആണ്. മേ ബി നമ്മുടെ ഉള്ളിൽ അയാൾ പിന്നെ നമ്മുടെ ലൈഫിലോട്ടേക്ക് വരരുത്, അയാൾ നമ്മുടെ കണ്ണിൽ കാണരുത് എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഗുഡ് ബൈ നമുക്ക് വിഷ് ചെയ്യാം. ഓക്കെ, വിഷ് ചെയ്യാം അല്ലെങ്കിൽ റീച്ച് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ബൈ ബൈ യൂസ് ചെയ്യാം. സി യു ലേറ്റർ, സി യു സൂൺ, അല്ലെങ്കിൽ പിറ്റേന്ന്. ഇപ്പൊ നമ്മൾ കൊളീഗ്സ് ആണ് അല്ലെ? നമ്മളിപ്പോ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആണ്. അപ്പൊ നമ്മൾ നാളെ വീണ്ടും കാണാം. സി യു ടുമോറോ അല്ലെ? സി യു ടുമോറോ. ഇറ്റ്സ് എ കോമൺ ടോക്ക്. ഓക്കെ, സി യു ടുമോറോ. നമ്മുടെ ഓഫീസ് അവേഴ്സ് ഒക്കെ കഴിഞ്ഞു, സ്കൂളൊക്കെ കഴിഞ്ഞു, നമ്മൾ തിരിച്ചു പോവുകയാണ് അല്ലെ? തിരിച്ചു പോകുമ്പോൾ നമ്മൾ എന്താ പറയാ? നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗിനോട് എന്താ പറയാ? സി യു ടുമോറോ, നമുക്ക് നാളെ കാണാം, ബൈ അല്ലെ? പിന്നെയോ, പിന്നെ അടുത്തത് എന്താ പറയാ? ഫാർവൽ ഗ്രീറ്റിംഗിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടേക്ക് കെയർ അല്ലേ? ഈ ടി സി എന്നൊക്കെ പറയും. ടി സി, ചിലവര് ചാറ്റ് ഒക്കെ ശ്രദ്ധിച്ചാൽ കാണാം, ലാസ്റ്റ് ടി സി എന്ന് പറയും. നമ്മളപ്പോ ശരിക്കും അറിയാത്തവരെ എന്ത് ഈ ടി സി എന്നൊക്കെ അല്ലെ? ടേക്ക് കെയർ എന്നൊക്കെ ഷോർട്ട് ആക്കി എഴുതുന്നതാ അല്ലെ? ടേക്ക് കെയർ നമ്മൾ ഒരാളോട് പറയില്ലേ, നമ്മൾ അയാൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അവരോട് ടേക്ക് കെയർ, ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ, ടേക്ക് കെയർ അല്ലേ? നമുക്ക് കുറച്ചുകൂടി യെസ്, സി യു നമ്മളൊക്കെ അങ്ങനെ പറയുന്ന കോമൺ ഇതാ. വെരി ഗുഡ് മർജിന. നമ്മൾ അങ്ങനെയാ അല്ലെ പറയാ? ഗുഡ് നൈറ്റ്, സി യു. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പൊ വാട്സപ്പ് ഉള്ളതാണ്, നമുക്ക് ഷോർട്ട് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതുപോലെ നമുക്ക് കാണാൻ, നമുക്ക് കുറച്ചുകൂടി അയാളോട് കുറച്ചുകൂടി അറ്റാച്ച്ഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും ടേക്ക് കെയർ അല്ലെ? എല്ലാവരോടും പോയിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ പറയോ? ഇല്ല. നമുക്ക് അയാൾ വേണ്ടപ്പെട്ട ആൾ, സംതിങ് സ്പെഷ്യൽ, അല്ലെങ്കിൽ അയാൾ നമുക്ക് എന്തോ ആണ് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ എന്താ പറയാ? അയാൾക്ക് നമ്മളൊരു കരുതലൊക്കെ കൊടുക്കുക, കൈൻഡ് ഓഫ് കെയറിങ്. അപ്പൊ നമ്മൾ എന്താ പറയാ? പ്ലീസ് ടേക്ക് കെയർ, ഓക്കെ, ടേക്ക് കെയർ യുവർ ഹെൽത്ത് എന്നൊക്കെ പറയൂ അല്ലെ? പിന്നെ ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ്. യെസ്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ അതേ ഒരു കോമൺ സിറ്റുവേഷൻ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളിപ്പോ സ്കൂൾ കഴിഞ്ഞു, ഫ്രൈഡേ, യെസ്, ഇന്ന് നമ്മൾ കഴിയാണ്, ഇനി 2 ദിവസം വീക്കെൻഡ് ആണ്. അപ്പൊ നമ്മുടെ കുട്ടികളോട് നമുക്ക് എന്ത് പറയാം? ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ് അല്ലേ? അവർക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വീക്കെൻഡ് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രീറ്റ് ചെയ്യാം നമ്മുടെ കുട്ടികളോട്. നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ലാസ്റ്റ് അവരൊക്കെ കഴിഞ്ഞ് എന്താ പറയാ, ഈവനിങ്ങിൽ നമുക്ക് അവരോട് പറയാം ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ് അല്ലെ? അവരുടെ വീക്കെൻഡ് എന്ത് ചെയ്യട്ടെ? അടിപൊളിയാവട്ടെ, നമുക്ക് അവരെ വിഷ് ചെയ്യാം. ക്ലിയർ ആയോ? ദാറ്റ് ഇസ് കോൾഡ് ഫാർവെൽ ഗ്രീറ്റിംഗ്. ഫാർവെൽ ഗ്രീറ്റിംഗ്സ് ഏതൊക്കെയാണ്? ഗുഡ് ബൈ, ബൈ, സി യു ടുമോറോ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഫാർവെൽ ഗ്രീറ്റിംഗ് എന്താണ്, ടൈം ബേസ്ഡ് ഗ്രീറ്റിംഗ് എന്താണ്, അതുപോലെ ക്വസ്റ്റ്യൻ ഗ്രീറ്റിംഗ് എന്താണ്, ആൻഡ് ഫ്രണ്ട്ലി ആൻസറിങ് ഗ്രീറ്റിംഗ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതുപോലെ ജനറൽ ഗ്രീറ്റിംഗും. ഇപ്പൊ ഇത്രയും പറഞ്ഞ പോർഷനില് ഗ്രീറ്റിംഗിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവാത്ത? ഗ്രീറ്റിംഗിന്റെ ഡെഫിനേഷൻ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഗ്രീറ്റിംഗിന്റെ ഡെഫിനേഷൻ ക്ലിയർ ആവാത്തവരുണ്ടോ? നിങ്ങൾക്കത് പറയാൻ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ എന്താണ് കൺവേ ചെയ്ത മീനിങ് കിട്ടിയിട്ടുണ്ടോ? ഗ്രീറ്റിംഗ്. ഇനി ആരോടും നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഇസ് ഗ്രീറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് എന്ന് പറയോ? ഇല്ലല്ലോ. മലയാളത്തിലാണെങ്കിൽ നിങ്ങൾ പറയാൻ ഓക്കെ ആയിട്ടില്ലേ എന്താണ് ഗ്രീറ്റിംഗ് എന്നുള്ളത്?
ഇംഗ്ലീഷിൽ ആ ഡെഫിനേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ഞാൻ ഇതിന്റെ നോട്ട് തരാം, നിങ്ങൾ പഠിച്ചോളൂ. ഇനി അത് ഇംഗ്ലീഷിൽ മലയാളത്തിൽ നിങ്ങൾക്ക് ഒരാളുടെ ഗ്രീറ്റിംഗ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ അത് നിങ്ങൾ കാപ്പബിൾ ആണോ ഇപ്പോ? യെസ്, വിഷിംഗ് സംവൺ. ഓക്കെ, ഞാനൊരു അടുത്തത് ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾ ഇതാവില്ലല്ലോ, അതിൽ ടെൻഷനോ പാനിക്കൊന്നും ആവില്ലല്ലോ? ഒരു ഗ്രീറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ യെസ് എനിക്ക് അറിയാത്ത കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നില്ലല്ലോ? ഈ ഗ്രീറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്നാൽ നമ്മൾ കുട്ടികളുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിന്റെ മുമ്പിൽ നമ്മുടെ പാരന്റ്സിന്റെ മുമ്പിൽ whatever എവിടെ ആയിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്കൂളിൽ നിന്നല്ല, ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ഈ ടീച്ചിങ് ഫീൽഡിൽ എന്ന് മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് ഗ്രീറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കുകയാണ് നെക്സ്റ്റ് ടാസ്ക്. ഓക്കെ, ഇനി പിന്നെയുള്ളത് ഈ വീക്ക് നിങ്ങൾ പഠിക്കാനുള്ള ഗ്രീറ്റിംഗ് ആൻഡ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ രൂപത്തിൽ പ്രസന്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ അയക്കുക. ഓക്കെ, ഗ്രൂപ്പിൽ അയക്കുക കേട്ടോ. അതിലാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോറി ഡിയേഴ്സ്. എടാ, നമ്മൾ വീഡിയോ ജസ്റ്റ് റെക്കോർഡ് ചെയ്യാം. നിങ്ങൾ വീഡിയോ എടുക്കുന്ന റെക്കോർഡ് ചെയ്യാം. നിങ്ങളുടെ ഡ്രസ്സ് ഒന്നും വിഷയമില്ല. ജസ്റ്റ് ആ വീഡിയോ നിങ്ങൾ പ്രസന്റ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പറയാൻ നിങ്ങൾ ഓക്കെ ആണ്, ഞാൻ അതിന് ഓക്കെ ആണ്, എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ലെവലിലോട്ടേക്ക് നിങ്ങൾ എത്തുക. ഓക്കെ, ഞാൻ പറഞ്ഞേ സെൽഫ് ഇൻട്രൊഡക്ഷന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഞാൻ പറയാതെ അറിയാലോ. നമുക്ക് ഒരാളുടെ മുമ്പിൽ നമ്മളെ പ്രസന്റ് ചെയ്യാം. നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ തന്നെ പറയാൻ ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ആ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ വേറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ എനിക്ക് ഞാൻ ഇപ്പൊ എന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു, നൗഷിബ, ഫ്രം കാലിക്കറ്റ്, ഇങ്ങനെയൊക്കെ പറയുമ്പോ തന്നെ നിങ്ങൾക്ക് തോന്നില്ലേ ഐഷ് എത്താ ഈ ടീച്ചറാ അപ്പൊ പഠിപ്പിക്കാൻ വന്നതെന്ന് തോന്നില്ലേ? പക്ഷെ ഞാൻ ആ പറയുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തിയിട്ട് ഹലോ ഐ എം നൗഷിബ, ഐ എം ഫ്രം കാലിക്കറ്റ് അങ്ങനെ പറയുമ്പോ ആ ഒരു രീതി കണ്ടോ, ആ രണ്ട് വ്യത്യാസം നോക്കിക്കാ ഞാൻ പറയുന്നേ. നിങ്ങളിപ്പോ എനിക്ക് ടെക്സ്റ്റ് അയച്ചിട്ടുണ്ട് അല്ലേ, ടെക്സ്റ്റ് അയച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ വോയിസ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ആ വോയിസ് മോഡുലേഷൻസ് നമുക്ക് ക്ലിയർ ചെയ്യണം വേണ്ടേ? ചില ആൾക്കാര് നമ്മൾ മലയാളികളുടെ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ ഒരു ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാത്തിനും ഒരു ഇത് പോസ് ചെയ്ത് സംസാരിക്കലാം അല്ലേ? ഗുഡ്, ദിസ് ഈസ് ഗുഡ്, ദിസ് ഈസ് ബാഡ്, ദിസ് ഈസ് ഫോമൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇങ്ങനെ വരും അല്ലേ? ആ കാര്യം അതിന് ആവശ്യമില്ല. ഇംഗ്ലീഷ് അത്രയ്ക്ക് രീതിയിൽ നിങ്ങൾ അത്ര ഫോഴ്സ് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സോഫ്റ്റ് ആയിട്ട് വേണം സംസാരിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എഴുതി തന്നു, നിങ്ങൾക്ക് അതേ ക്ലിയർ ചെയ്ത് തന്നു, അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തരുന്ന വോയിസ് ആക്ടിവിറ്റിയും വീഡിയോ ആക്ടിവിറ്റിയും ഒക്കെ ഞാൻ തരും. പക്ഷെ അതൊരിക്കലും നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, ഫീൽ ചെയ്യുന്നുണ്ടോടാ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടാക്കുകയാണെന്ന്? ഓക്കെ, ഞാൻ നിങ്ങൾ ഹായ് ആമിന, എന്തെങ്കിലും ആമിനാണോ അമീനയാണോ? അമ്മീന, യെസ് ആമിനയല്ലേ അല്ലേ? സോറിടാ, ഞാൻ നിങ്ങളെയൊക്കെ പേര് പഠിച്ചു വരുന്നുള്ളൂ കേട്ടോ. യെസ്, അതെ, നമ്മള് എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ മടിച്ചു നിന്നാലേ ഒരിക്കലും നമ്മളൊരു ഭാഷ പഠിക്കില്ല. നമ്മൾ സംസാരിച്ചാൽ മാത്രമേ പഠിക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് അയച്ചു കഴിഞ്ഞു, നിങ്ങളുടെ ആക്ടിവിറ്റി ആണ്, എനിക്ക് ഈസിയാണ് അല്ലേ? ടെക്സ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ നിങ്ങളുടെ വോയിസും നിങ്ങളുടെ സൗണ്ടും ഓക്കെ ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ ഈ വോയിസ് ആക്ടിവിറ്റിയാണ് എന്നെ സഹായിക്കുള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് മാക്സിമം നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്ന ഇത്തരത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ആക്ടിവിറ്റി തന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒന്നും പെർഫെക്റ്റ് ആവണ്ട, പക്ഷെ എങ്കിൽ കൂടി നിങ്ങൾ അത് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു ഗഡ്സ് ഇല്ലേ, ആ ഒരു സ്പിരിറ്റ്, അത് മതി നമുക്ക്.
അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൂസ്റ്റ് ചെയ്യാം. അതിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്ത് ആളുകളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം. ചിലർക്കൊക്കെ പേടിയാന്ന് പറഞ്ഞു അല്ലേ, മിസ്സേ എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷ് പേടിയാന്ന്. ആ പേടിയാണ് നമ്മൾ ആദ്യം ഒഴിവാക്കിയത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഏറ്റവും വലിയ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ് ഗ്രൂപ്പാണ്. നിങ്ങളുടെ ആ ഗ്രൂപ്പിൽ നിങ്ങൾ കൊണ്ടുപോയിട്ടാൽ ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല. ഓക്കെ, അവിടെ ആരും എനിക്ക് ഞാൻ പോലും ഈ കുട്ടി എന്താ അങ്ങനെ പറഞ്ഞെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അതൊരു നല്ല ടീച്ചറിന്റെ ലക്ഷണമേ ഇല്ല. നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ, റാഫി സാർ, ശ്രീല മാം ഒക്കെ ഇരിക്കുന്നത്. സോ ആ ഒരു നിങ്ങളെ സെർവ് ചെയ്യാൻ, നിങ്ങളെ സപ്പോർട്ട് ആൻഡ് സെർവ്. ഓക്കെ, ഒരു ടീച്ചറിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്താണ്? സപ്പോർട്ട് ആൻഡ് സെർവ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ നിങ്ങളെ സെർവ് ചെയ്യാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് വരുമ്പോൾ നിങ്ങൾ അത് കളിയാക്കാതെ, നിങ്ങൾ മറ്റുള്ളവരോട് അത് പറഞ്ഞ് ചിരിക്കാതെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ആക്ടിവിറ്റികൾ നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ആരും അത് എനിക്ക് കൊണ്ട് പറ്റില്ല മിസ്സേ, എനിക്ക് പേഴ്സണലി അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ അയക്കണ്ടെന്നൊന്നും പറയില്ല. പക്ഷെ ഏറ്റവും നല്ലത് നിങ്ങൾ ഗ്രൂപ്പിൽ അയക്കുന്നതാണ്. മനസ്സിലായല്ലോ? സോ അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, ഈ വീക്കിലെ ആക്ടിവിറ്റി നിങ്ങൾ പെൻഡിങ്, അതായത് ഓരോ വീക്കിലും ആക്ടിവിറ്റി അതാത് വീക്കിൽ തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്ടിവിറ്റികൾ പെൻഡിങ് ആവില്ല. കാരണം നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട് ഇല്ലേ, ഇഷ്ടം പോലെ ടോപ്പിക്കുകൾ പഠിക്കാനില്ലേ, എനിക്കറിയാം. അപ്പോൾ ഇതും കൂടി, ഈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആണ്, അതും കൂടി നിങ്ങൾ പെൻഡിങ് ആക്കി വെക്കുക. ഇത് സിമ്പിൾ ആയിട്ട് ഇതിന് കുറേ ടൈം ഇരുന്ന് നിങ്ങൾ കുറേ നേരം ഇട്ട് വീഡിയോ എടുത്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണോ വീഡിയോ പ്രസന്റ് ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇത് നിങ്ങൾ കുറേ ടൈം കൺസ്യൂം ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പറയാൻ പറ്റുന്ന, അതായത് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പറയാൻ, ആളുകളുടെ മുമ്പിൽ പറയാൻ പറ്റും, പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ചെയ്യുക. ദാറ്റ് ഇസ് യുവർ ടാസ്ക് 1. ദെൻ ടാസ്ക് 2, ഇപ്പൊ ഞാൻ തന്നിരിക്കുന്ന കുറച്ച് ഗ്രീറ്റിംഗ് ഉണ്ട്, അതിന് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. എക്സാമ്പിൾസ് വെച്ചിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ദിസ് ഇസ് യുവർ ടാസ്ക് നമ്പർ 2. ഓക്കെ, നിങ്ങൾ ഗ്രീറ്റിംഗ്, അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗ്രീറ്റിംഗ് വേർഡ്സിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. സിമ്പിൾ സെന്റൻസുകൾ. ഓക്കെ, ഇപ്പോൾ ഗുഡ് മോർണിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാം ഗുഡ് മോർണിംഗ് ടീച്ചറിനോ അങ്ങനെയൊക്കെ ചെയ്താൽ. പക്ഷെ ഇനിയിപ്പോൾ ഇതന്നെ ഫോളോ ചെയ്യരുത് കേട്ടോ. ഗുഡ് മോർണിംഗ് ടീച്ചർ, ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ, ഗുഡ് ഈവനിങ് ടീച്ചർ, സംതിങ് ക്രിയേറ്റ് ആൻഡ് യുണീക്ക് അങ്ങനെ ആയിട്ട് ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഗ്രീറ്റിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യും. അല്ലാത്ത ഒരുപാട് ഈ ഭാഷയ്ക്ക് ലിമിറ്റേഷൻസ് ഇല്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷിനൊന്നും ഒരു ലിമിറ്റേഷൻസും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ പുതിയ ഐഡിയാസ് കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും യുണീക്ക് ആയിട്ട്, ഇപ്പൊ നമ്മളുടെ ഇടയിൽ തന്നെ പലരും യുണീക്ക് ആയിട്ട് ആക്ടിവിറ്റികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ, എല്ലാവരും ഡിഫറെന്റ് ആയിട്ട് ആക്ടിവിറ്റികൾ ചെയ്യുന്ന ആളുണ്ട്, നിങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സോ ഒരാൾ ചെയ്ത അതേ ഒരു ടോണ് തന്നെ റിപ്പീറ്റ് ചെയ്യാതെ സംതിങ് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രീറ്റിംഗ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ അയക്കുക. അപ്പൊ മറ്റുള്ളവർക്കും അത് പഠിക്കാൻ പറ്റും ഇല്ലേ. ഇപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് ടീച്ചറെ എന്നുള്ളത് ഒരു സെന്റൻസ് ആക്കി എഴുതി അയച്ചു എന്ന് വിചാരിക്കുക. അടുത്ത ആള് ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചറെ, നെക്സ്റ്റ് ഗുഡ് ഈവനിങ് ടീച്ചർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതല്ലാതെ സംതിങ് ഡിഫറെന്റ് ആയിട്ട് എന്താണോ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ തോന്നണം. ഈ സംതിങ് ന്യൂ നമുക്ക് അങ്ങനെ തോന്നണം. എനിക്ക് നിങ്ങളെ കൂടെ പഠിക്കാലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നെക്കാട്ടിൽ ഒരുപാട് ഐഡിയാസ് ഉള്ള ഒരുപാട് പേരുണ്ട്, ഒരുപാട് കാലിബറുള്ള കുട്ടികളാണ് നിങ്ങളൊക്കെ ഓരോരുത്തരും. സോ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ആക്ടിവിറ്റി പാസ് ചെയ്യുന്നത്. ക്ലിയർ? Any other doubt? ഗ്രീറ്റിംഗ് ആൻഡ് സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഇനി ഓക്കെ വെരി ഗുഡ്. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാതെ കരുതട്ടോ. എല്ലാരും ക്ലിയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനായിട്ട് ക്ലിയർ പറഞ്ഞില്ലെങ്കിൽ മിസ് എന്താ വിചാരിക്കാന്ന് അങ്ങനെ തോന്നിയായിട്ട് മിണ്ടാതിരിക്കുന്നവരുണ്ടോ? ഓക്കെ, അല്ല ചിലരുണ്ടാവേ എല്ലാരും ചാറ്റ് ബോക്സിൽ ഓക്കെ മാം തംസപ്പ് ഒക്കെ ചെയ്തു പോകുമ്പോ എനിക്ക് മാത്രം കത്താത്ത, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുക, ഞാൻ ചോദിച്ചാലെങ്ങാനും മോശമാവോ എന്ന് വിചാരിച്ച് ചോദിക്കാതിരിക്കരുത്. നിങ്ങൾ ചോദിക്കണം, എങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആവാനിട്ടാണോ എന്ന് എനിക്ക് ക്ലിയർ ചെയ്യണ്ടേ, എന്നെ കൂടി ഞാൻ കൺസിഡർ ചെയ്യണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും എന്നെ കുറിച്ച് അറിയണമെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മുടെ ടോപ്പിക് ഇപ്പോഴൊക്കെ ചെറിയ ടോപ്പിക്സിൽ മാത്രമേ ഉള്ളൂ. അതായത് ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ, സെക്കൻഡ് വീക്കിൽ ഗ്രീറ്റിംഗ് ആൻഡ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്,
ഫസ്റ്റ് വീക്കിൽ ഇൻട്രൊഡക്ഷൻ അല്ല, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ സെക്കൻഡ് ഗ്രീറ്റിംഗ് ആൻഡ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. യു ഹാവ് എനി ഡൗട്ട്സ് അല്ലെങ്കിൽ എനിത്തിങ് എൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ എങ്ങനെയാ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ലീവ് ചെയ്യാനായിട്ടില്ല കേട്ടോ, ലീവ് ചെയ്യല്ലേ ആരും. ഞാൻ നിങ്ങൾക്ക് ഒരു റിലാക്സിങ് ടൈമാ തന്നിരിക്കണേ. മഴയുണ്ടോ അവിടെ? നന്നായിട്ട് മഴ എന്റെ വോയിസ് നിങ്ങളിലേക്ക് എത്തുന്നത് എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്. ഓക്കെ, എടാ എക്സാം നിങ്ങൾ എടാ മൈക്ക് ഓഫ് ചെയ്യടാ. ഇപ്പൊ വരുന്നു എന്റെ വോയിസ് ഇത്രയ്ക്ക് മോശമാണെന്ന് ഇപ്പഴാ മനസ്സിലാകും സത്യം പറഞ്ഞാല്. എക്കോ ഇസ് നോട്ട് ഗുഡ്. ഞാൻ പറയട്ടെ, എക്സാമിനെ കുറിച്ചൊന്നും നിങ്ങൾ ഇപ്പോഴും ആലോചിക്കണ്ട. എക്സാം ഒക്കെ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പാസ്സാവും, ആരും അങ്ങനെ ബാക്കോട്ടേക്ക് പോവില്ല. പാസ്സാവല് നിർബന്ധമാണ്. എന്റെ ഇരിക്കുന്ന എല്ലാവരും എന്താവരുത്, ബാക്കോട്ടേക്ക് പോവരുത്. എന്റെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ കുട്ടികളും വൺ ഓഫ് ദ ബെസ്റ്റ് എന്നുള്ള എക്സാം എന്ന് എനിക്ക് പറയാൻ പറ്റണം, അതിന് കേപ്പബിൾ ആവണം. +2 ആയാലും ഇപ്പോ ക്വാളിഫിക്കേഷൻ വൈസ് നിങ്ങളൊക്കെ ഡിഫറെന്റ് കാറ്റഗറിയാണ്. പക്ഷെ എന്റെ ബാച്ചിൽ അറിയുന്ന എല്ലാവരും ഈക്വൽ ആയിട്ട് എല്ലാവരും ഒരേപോലെ പുറത്തിറങ്ങണം എന്നുള്ളത് എന്റെ ഒരു ഡ്രീമാണ്, എന്റെ ഒരു വിഷാണ്. സോ അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ എടാ, ഞാനിപ്പോ നാട്ടിലാണ് ഉള്ളത്. ഇൻഷാല്ലാ വെക്കേഷനിലാണ്. തിരിച്ച് സൗദിയിലോട്ടേക്ക് പോകും. സ്കൂള് തുറക്കണ്ടേ, ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴേക്ക് എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എനിത്തിങ് എൽസ്? എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഇവിടെ സൗദിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ? സൗദിയിലൊക്കെ സെറ്റ് ആയവർ അല്ലെങ്കിൽ പുറത്തൊക്കെ സെറ്റ് ആയവരുണ്ടാവും? ഓ, ഞാൻ സൗദിയില് റിയാദില് മലാജില് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്കൂളില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഓ, ക്യാമ്പൊക്കെ എന്നാണ്? അല്ല, മേ ബി ഞാൻ അതൊക്കെ മിസ് ചെയ്യും. അതൊക്കെ ഞാൻ മിസ് ചെയ്യും നിങ്ങളുടെ ഇടയില്. ആണോ? ഹസ്ബൻഡ് കേട്ടോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്കൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടല്ലേ? സൗദിയിലൊക്കെ വന്ന് വർക്ക് ചെയ്യാനൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മുടെ ഈ MTTCന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ TTCന്റെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ഒക്കെ നിങ്ങൾ പിന്നീട് മനസ്സിലാവുക. നമുക്ക് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ്സ് വരാ, അത് കിട്ടുമ്പോൾ നമ്മളൊരു എനിക്ക് ജോബിലൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ആ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, BEdന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കണ്ടാലേ അവരൊന്നും, എന്റെ കയ്യിൽ ഏഷ്യൻ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊന്നും കണ്ടാൽ അവർക്കൊന്നും ഒരു കാര്യമില്ല അതിന്റെ. അവര് എന്റെ ഈ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ്സ് ആണ് നോക്കുക. യെസ്, കാരണം ഏറ്റവും ക്ഷമ വേണ്ട ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ KG കുട്ടികൾ അല്ലേ, മോണ്ട് 1 and 2 3 ഈ കാറ്റഗറിനൊക്കെ ലീഡ് ചെയ്യുന്ന ടീച്ചർമാരെയാണ്. അവരെയാണ് അവർക്ക് വേണ്ടത്. നമുക്ക് മേ ബി അസിസ്റ്റന്റ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ഞാൻ ആക്ച്വലി ഫിസിക്സിന്റെ ടീച്ചറാടാ. ഫിസിക്സിന്റെ ടീച്ചർ, മോണ്ടിസോറി ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് മോണ്ടിസോറിന്റെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്നു കരിയർ. നിങ്ങൾ ആർക്കെങ്കിലും ഹാപ്പി ഇംഗ്ലീഷ് ഒക്കെ അറിയോ? അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതിൽ ആരെങ്കിലും നമുക്ക് പഠിച്ചു കാണും മേ ബി അങ്ങനത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ. ഓ, മാഷാല്ലാ. ഓ, അപ്പൊ ഞാൻ ഇനി പാരസെറ്റമോളിന്റെ പകരമാണ് ഇപ്പൊ. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയേ, എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ. അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യത്തിൽ മാക്സിമം ഞാൻ എഫേർട്ട് എടുക്കും. അത് നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ച് MTTCയിലോട്ടേക്കോ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ഫീൽഡ് ചൂസ് ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇഷ്ടപ്പെട്ട് വേണം പഠിക്കാൻ. അങ്ങനെ എടുത്തു പഠിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തായിരിക്കും.
ഓക്കെ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഔട്ട്കം നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് ആയിരിക്കും. പക്ഷെ കഷ്ടപ്പെട്ട് വീട്ടിൽ ഞാൻ വെറുതെ ചൊറിയും കുത്തി ഇരിക്കുകയാണ്, എല്ലാരും MTTC എടുക്കണം, ഞാനും എടുക്കട്ടെ ഒരു MTTC, അങ്ങനെ വിചാരിച്ചെടുത്താലേ അതിലൊരു ഇതുണ്ടാവില്ല. നമുക്ക് ആവശ്യങ്ങൾ വേണം, നമുക്ക് ബുദ്ധിമുട്ടുകൾ വരണം അല്ലെ. ലൈഫ് എല്ലാതും ഈസി ആയാലും നമ്മൾ ഒരിക്കലും നന്നാവില്ല. നമുക്ക് ബുദ്ധിമുട്ടുകൾ വരണം, നമുക്ക് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരണമെങ്കിൽ നമുക്ക് മാക്സിമം പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ അല്ലെ. എനിക്ക് 3 കുട്ടികളുണ്ട്. ഓക്കെ, 28 വയസ്സാണ്, അല്ല സോറി 29 വയസ്സെത്തിയായി ഞാൻ. 29 വയസ്സാണ്, ഈ ജൂണിൽ കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് 3 കുട്ടികളുണ്ട്. കണ്ടോ, 19-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഒരാളാണ് ഞാനിപ്പോ. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും എന്നെക്കാട്ടിലും ഉയരത്തിലെത്താൻ പറ്റും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്റെ സെയിം ഏജിലുള്ളവരൊക്കെ ഉണ്ടല്ലേ ഇവിടെ? പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? നാട്ടില് കാലിക്കറ്റ് മുക്കം. ഓക്കെ, നെക്സ്റ്റ്. ഇത്രയല്ലേ എന്നോട് ചോദിക്കാനുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഒരു റിലാക്സിംഗ് ടൈം തന്നു. ഓക്കെ, ബാക്ക് ടു അവർ ക്ലാസ്. നമുക്ക് ക്ലാസ്സിലോട്ടേക്ക് വരാം. നിങ്ങളുടെ ഫസ്റ്റ് ചോദിച്ചിരുന്ന ഫസ്റ്റ് ചാപ്റ്ററിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, പേടിക്കേണ്ട കേട്ടോ, പേടിക്കാനല്ല, ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് ഓർത്ത് വെക്കാൻ, നിങ്ങളുടെ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ അതിന് ഓക്കെ ആണോ എന്നൊക്കെ എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ബുക്കിലോ നമ്മൾ നോട്ടോ ഒന്നും നോക്കരുതേ, ഇവിടെ ശ്രദ്ധിക്കാം. ഓക്കെ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 4 കാര്യങ്ങൾ എന്തിനൊക്കെയാണ്? കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ? 4 കാര്യങ്ങൾ മാത്രം, ടൈം എടുക്കാതെ. What is the purpose of communicative English? Listening. അത് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് ആണ്. കമ്മ്യൂണിക്കേറ്റീവ് അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിന്റെയും സ്കിൽസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ, ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഓക്കെ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ യൂസേജ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, ഹൗ ടു ഹെൽപ്പ് us. Yes, very good, very good. Faiza, very good. Express opinion. Then ഈ റീഡിങ് ഒക്കെ നമ്മളൊരു കോമൺ സ്കിൽസ് ആണ്, അതിന്റെ സ്കിൽസ് ആണ് ലാംഗ്വേജിന്റെ. ഓക്കെ, നെക്സ്റ്റ്. Ask questions. യാ, അത് നമ്മൾ ടേം പഠിച്ചില്ലേ, സ്പീക്ക് കോൺഫിഡൻ്റ്ലി. വരും ഇല്ലേ, ഈ സംസാരിക്കുന്ന കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു കാര്യങ്ങൾ ഉണ്ടാവും. പോയോ? Yes, speak confidently, build good relationships, succeed in studies and then worldwide, express ideas clearly. ഈ വേൾഡ് വൈഡ് എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് ഇസ് എ ഗ്ലോബൽ ലാംഗ്വേജ് അല്ലെ, ഇംഗ്ലീഷ് ഇസ് എ ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അത് നിങ്ങൾ ഏറ്റവും ഗ്ലോബലി അക്സെപ്റ്റഡ് ലാംഗ്വേജിലെ ഒന്നാണ് എന്ത്, ഇംഗ്ലീഷ് അല്ലെ. നമുക്ക് ഏതൊരാളുകൊണ്ടും, മലയാളിയോടാണെങ്കിലും ഇനി ഏത് രാജ്യക്കാരോടാണെങ്കിലും നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും. അവരുടെ ലാംഗ്വേജ് നമുക്ക് അറിയണമെന്നില്ല അല്ലേ. ഇനിയിപ്പോ നമ്മള് ഈ കേരളത്തിൽ തന്നെ 14 ഓരോരുത്തരെയും സ്ലാങ് മലയാളമാണ് സംസാരിക്കുന്നതെങ്കിലും അവരുടെ സ്ലാങ് വ്യത്യാസമല്ലേ. ചില തൃശ്ശൂരുകാർ പറയുന്ന സ്ലാങ് ആയിരിക്കില്ല ഈ മലപ്പുറത്തോ കോഴിക്കോടോ കേൾക്കുന്ന എന്റെ ഭാഷ, നല്ല വ്യത്യാസമല്ലേ. അതുപോലെ കാസർഗോഡുകാരുടെ സംസാരം ആയിരിക്കില്ല എന്റേത്. അപ്പോ ഇങ്ങനെ ഡിഫറെന്റ് വേരിയേഷൻസ് ഇല്ലേ. സോ അതിനൊക്കെ കൂടുതൽ സ്ലാങ് വൈസ് ഇംഗ്ലീഷിലും കുറെ സ്ലാങ്സ് കാര്യങ്ങളൊക്കെ വരും. പക്ഷെ നമുക്ക് വേർഡ് വൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് ഈസിലി യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇസ് എ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ഹെൽപ്സ് അല്ലെങ്കിൽ യൂസേജ് എന്ന് പറഞ്ഞാൽ സ്പീക്ക് കോൺഫിഡൻ്റ്ലി, build good relationship, succeed in studies in good career, and communicate with people with worldwide, express your ideas clearly. Okay,
ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ ഫോർ സ്കിൽസ്? എന്തായിരുന്നു ആ ലാംഗ്വേജിന്റെ ഫോർ സ്കിൽസ്, അല്ലെങ്കിൽ ഒരു ഭാഷയുടെ സ്കിൽസ് എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചെന്നിരുന്ന 4 കാര്യങ്ങള്? യെസ്, സ്പീക്കിംഗ്, ലിസണിങ്. യെസ്, അവിടെയാണ് നമ്മൾ പറയുന്നത് സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്. ഓക്കെ, അവിടെയാണ് നിങ്ങൾ ആ കാര്യങ്ങൾ പറയേണ്ടത് കേട്ടോ. സ്കിൽസ് ആണ് ആ ലാംഗ്വേജ് വൈസ് നമുക്ക് വരുന്ന സ്കിൽസ് ആണ് റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. ഓക്കെ, ക്ലിയർ? 4 കാര്യങ്ങൾ മറന്നു പോകരുത് കേട്ടോ. സ്പീക്കിംഗ്, സംസാരിക്കാൻ പറ്റണം. ലിസണിങ്, മനസ്സിലാവാൻ പറ്റണം. റീഡിങ്, എഴുതാൻ അറിയണം. ദെൻ വായിക്കാൻ അറിയണം. ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു ലാംഗ്വേജ് വൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഏത് ലാംഗ്വേജ്, ഇംഗ്ലീഷിന്റെ എന്നില്ല, ഏത് ലാംഗ്വേജിലും നമ്മൾ ആ ലാംഗ്വേജ് അറിയുന്നവരാണ്. എനിക്ക് ആ ഭാഷ അറിയാം എന്ന് പറയണമെങ്കിൽ നമുക്ക് ഈ 4 സ്കിൽസ് അതിൽ വേണം: റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ലാസ്റ്റ് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പാർട്ടും. ഫോണിക് സൗണ്ട്സ് പഠിച്ചു കഴിഞ്ഞില്ലേ? ഈ ഫോണിക് സൗണ്ട്സില് 2 ലെറ്റേഴ്സുകൾ കൂട്ടി വായിക്കാൻ, ഇതിൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് എനിക്ക് മെസ്സേജ് അയച്ചു ഒരുപാട് പേര്. ഞാൻ വിചാരിച്ചതിലും കൂടുതൽ പേര് വായിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചവരാണ്. പക്ഷെ അവർക്ക് ടാസ്കുകൾ ഞാൻ എന്ത് ചെയ്യാം, പേഴ്സണലി അയക്കാം. അവർ ഒന്നുകൂടി എന്നെ മൈൻഡ് ചെയ്യിക്കണം കേട്ടോ. ആരൊക്കെയാണെന്ന് ഞാൻ നോട്ട് ചെയ്തില്ല, കാരണം ഒന്നാമത് നിങ്ങളുടെ പേര് എനിക്ക് അങ്ങോട്ട് പരിചയമാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ ഒന്നുകൂടി എനിക്ക് മെസ്സേജ് അയക്കാം. അവർക്ക് ഞാൻ 2 ലെറ്റേഴ്സ് റീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തരാം. ഇതിൽ ഞാൻ പറഞ്ഞേ, നിങ്ങളെ സംസാരിക്കാൻ എനിക്ക് അറിയില്ല നിങ്ങളുടെ ലെവൽ ഏതാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ബി ഫ്രാങ്ക്, നിങ്ങൾക്ക് എന്നോട് പറയാം. ഓക്കെ, ഞാനത് എവിടെയും പോയി ഷെയർ ചെയ്യില്ല. ഞാൻ നിങ്ങളുടെ ടീച്ചറാണ്. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ഓപ്പൺ ആയിട്ട് പറയാം, മിസ് എനിക്ക് അറിയുന്നില്ല, അതെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണെങ്കിൽ. നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ആക്ടിവിറ്റി റാഫി സാർ മോർണിംഗിൽ അയച്ചില്ലേ, അത് എന്റെ ആക്ടിവിറ്റി അല്ല കേട്ടോ, അത് കോഴ്സിൽ TSR കൺസിഡർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അത് നിങ്ങളുടെ റീഡിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി തന്ന ടാസ്ക് ആണ്. ഞാൻ അതിന്റെ പുറമെ തരുന്ന ടാസ്കുകളാണ് നമുക്ക് ഓരോ വീക്കിലെയും എന്റെ ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഓക്കെ, അടുത്തത്, അങ്ങനത്തെ കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കില്ലേ? എടാ, മെസ്സേജ് അയക്കുന്നില്ലെന്ന് ഒരു മടിയും കാണിക്കല കേട്ടോ. ചോദിക്കും നന്നായിട്ട്. ഇതുപോലെ ഇംഗ്ലീഷ് നമുക്ക് കോഴ്സിൽ എല്ലതും അറിയാം. സംസാരിക്കാനോ കുട്ടികളുടെ മുമ്പിൽ ബബ പറയുന്ന ടീച്ചർ ആണെങ്കിൽ നമ്മുടെ ആ ലെവല് താന്നു പോവില്ലേ? അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നോട് ചോദിക്കണം. നിങ്ങൾ വായിക്കാൻ അറിയില്ലെങ്കിൽ വായിക്കാനല്ലോ, ഓക്കെ, അത് ഒരിക്കലും നമ്മൾ പറയാം. കാരണം നമ്മൾക്കൊക്കെ ഇപ്പൊ വായിക്കാൻ അറിയുന്ന വെച്ചാൽ ആ ടച്ച് വിടാതെ പഠിച്ചിട്ടാ. കുറെ സമയം വീട്ടിൽ റെസ്റ്റ് എടുത്ത് നമ്മുടെ കുട്ടികളെ, നമ്മുടെ വീടൊക്കെ നോക്കി അങ്ങനെയൊക്കെ നിന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും കരിയർ ഗ്യാപ്പ് വന്നവരുണ്ടെങ്കിൽ അവർക്ക് മേ ബി എന്താവും, ആ ഒരു ടച്ച് വിട്ടുപോയി കാണും. പക്ഷെ അവര് വായിക്കും, പക്ഷെ ടൈം എടുത്തിട്ടൊക്കെ ആയിരിക്കും വായിക്കുക അല്ലെ. അവർ ഒരു ഫ്ലോ കിട്ടില്ല വായിക്കുമ്പോൾ. അവർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. സോ അതൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആ റീഡിങ് ആക്ടിവിറ്റിയിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. മൂസിന, അത് എങ്ങനെയാ അറിയോ സാർ പറഞ്ഞിരിക്കുന്നത് ക്ലാസ്സിൽ? മൂസിന കേൾക്കുന്നുണ്ടോ? ഓക്കെ, മോദിന, നിങ്ങൾ എന്ത് ചെയ്യാറിയോ, നിങ്ങൾക്ക് അതിന് ടാസ്ക്, എല്ലാവരും ഒരേ റീഡിങ് ഒരേ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നുണ്ട്. അതൊന്നുകൂടി ക്ലിയർ ചെയ്യാണ്ട് റാഫി സാറോട് ചോദിക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ഓരോരുത്തര് എന്ത് ചെയ്യാ, 2 പേരെ എങ്ങനെ തെരഞ്ഞെടുത്താൽ മതി. അങ്ങനെ എല്ലാവർക്കും ആക്ടിവിറ്റി വരണം. അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വെച്ചാലേ മാത്രമേ എല്ലാവരും വായിക്കുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പേര് എന്നും ടാസ്ക് ചെയ്യുന്നവർ അത് എന്നും ടാസ്ക് ചെയ്യും, അല്ലാത്തവർ അത് ചെയ്യില്ല. അവര് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ചെയ്യുന്നില്ലേ, ഞാനിപ്പോ വായിക്കില്ല, അങ്ങനെ പറയട്ടെ. നിങ്ങളിലുള്ള 51 പേരാണ് ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ 51 പേരും, ആ 51 പേർക്കും അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. ഇടാ, ഇന്ന് നിന്റെ ഡ്യൂട്ടി ആട്ടോ, അത് നീ ചെയ്യണം. അത് എന്ത് ചെയ്യണം, മോണിറ്റർ ആയിട്ട് മൂസിന ലീഡ് ചെയ്യണം. ഓരോ മന്തല്ലേ, അങ്ങനെ മൂസിനക്ക് അത് ബർഡൻ ആവില്ലല്ലോ മൂസിന? ഇൻ കേസ് നിങ്ങളുടെ മൂസിനയുടെ അസിസ്റ്റന്റ് ആരായിരുന്നു? യെസ്, അങ്ങനെ ഓരോ, യെസ്, അങ്ങനെയല്ലേ, അങ്ങനെ എന്താണ് ടാസ്ക്. അപ്പൊ അത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. എങ്കിൽ കൂടി അതെന്താവുള്ളൂ, അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്നും വർക്ക് ചെയ്യുന്ന കുട്ടികളെ അത് മാക്സിമം റിപ്പീറ്റ് ചെയ്യും. അവരവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. ചെയ്യാത്തവരോ അവരെന്തൊക്കെ കേട്ടോ ഒന്നും കിട്ടാത്തവരാവും.
ആക്ച്വലി അത് എനിക്ക് അറിയില്ല. നിങ്ങളുടെ എങ്ങനെ അത് ഞാൻ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഗ്രൂപ്പിൽ അറിയിക്കാം. റാഫി സാർ നമുക്കൊരു കോമൺ മെസ്സേജ് അയച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒന്ന് ക്ലാരിറ്റി വരുത്താനുണ്ട്. എനിക്കും അതിനെ പറ്റി ഒരു ഐഡിയാസ് ഇല്ല. ഓക്കെ, ഞാനത് ചോദിച്ച് നിങ്ങൾക്ക് എന്തായാലും അതിനെ ക്ലിയർ ചെയ്തിട്ട് എങ്ങനെയാണ് അവർ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് പറയാം കേട്ടോ. ഓക്കെ, എനിക്കറിയാത്തൊരു കാര്യത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് മേ ബി അവരെങ്ങനെയാണ് അത് ഇങ്ങനെ നടത്തേണ്ടത്, ആ പ്ലാനിങ് എങ്ങനെയാണ് അവർ ഉണ്ടാവുമല്ലോ. സോ ഞാൻ ചോദിക്കട്ടെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഈ വീക്ക് നമ്മൾ പഠിച്ചിരുന്നത് ഗ്രീറ്റിംഗ് ആൻഡ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഇല്ലല്ലോ? ഇപ്പൊ 2 വീക്കിലെടുത്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനിക്ക് നിങ്ങളോട് ഓക്കെ കഴിഞ്ഞു വൈൻഡപ്പ് എന്ന് പറയുന്നതിന് മുമ്പ് എനിക്കൊരു സമാധാനത്തിന്, ഇൻ കേസ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഫ്രീ ടു ആസ്ക്. Yeah, sure, Farzana. Get well soon. Take care, dear. Okay. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം. ഏതാ സ്പെക്സ് എടുത്തോ? സ്പെക്സ് എടുത്തോ? Okay, dears. Okay, dears. Okay, we can wind up. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് PM ൽ വരാട്ടോ, മെസ്സേജ് അയക്കാം. Okay, thank you, my dear. Okay, we can leave. Have a great day, dear. Thank you. Yeah, sure.